ചേതയത്തെ വിശ്വം വിശ്വം ചേതയത്തെ നയം യോ ജാഗർത്തിശയാനേസ്മിൻ നായം തം വേദ വേദസഹം ആത്മാവാസ്യമിദം വിശ്വം യത്കിഞ്ചിത് ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീത മാ ഗൃധഃ കസ്യ സുദ്ധനം യം ന പശ്യതി പശ്യന്തം ചക്ഷുര്യസ്യ നരിഷ്യതി തം ഭൂതനിലയം ദേവം സുപർണം ഉപധാവത്. അഷ്ടമസ്കന്ധം ഭാഗവതത്തിൽ എല്ലാം കൊണ്ടും പ്രധാനമായ ഒരു സ്കന്ധമാണ്. ഭാഗവതം സ്തുതിപ്രധാനമാണ്. ഭാഗവതത്തിലെ ഗംഭീരമായ സ്തുതികളൊക്കെ ഈ സ്കന്ധത്തിലാണ്, എട്ടാമത്തെ സ്കന്ധത്തിലാണ്. അഷ്ടമസ്കന്ധം ആരംഭിക്കുമ്പോൾ മനു ഭഗവാനെ തപസ് ചെയ്യുന്നു. മനുവിന് ഹൃദയത്തിൽ ഒരു ഉപനിഷത്ത് അനാവൃതമാവുന്നു. ഉപനിഷത്ത് എന്ന് വെച്ചാൽ വാക്കിന് അർത്ഥം സദേർധാതോഹോ ഉപനിപൂർവസ്യക്കു പ്രത്യാന്തസ്യ രൂപം ഉപനിഷത്ത് ഇതി. ആചാര്യസ്വാമികൾ ഒരിടത്ത് അർത്ഥം പറയണത് അങ്ങനെയാണ്. സത് വിശരണഗതി അവസാധനാർത്ഥസ്യ പറഞ്ഞ് നിങ്ങൾ പേടിപ്പിക്കില്ല. എളുപ്പത്തിൽ അർത്ഥം പറഞ്ഞാൽ അടുത്തിരുന്ന് കേൾക്കേണ്ടത് എന്നാണ്. എന്നുവെച്ചാൽ ആചാര്യനിൽ നിന്നും ഗ്രഹിക്കേണ്ട ബ്രഹ്മവിദ്യ എന്നർത്ഥം. ബ്രഹ്മവിദ്യയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. സ്വാനുഭൂതി വന്ന് സ്വാനുഭൂതിയിൽ നിന്നും പറയുന്ന വാക്ക് ഉപനിഷത്ത്. അത് ജ്ഞാനികൾ ആര് പറഞ്ഞതാണെങ്കിലും വേണ്ടില്ല. പിന്നെ നമുക്ക് 10 ഉപനിഷത്ത് എന്ന് പിരിച്ചിരിക്കുന്നു. എന്തിനാന്ന് വെച്ചാൽ അപ്രാമാണികമായ ഉപനിഷത്തുകളെയൊക്കെ മാറ്റി നിർത്താനായിട്ട് ആചാര്യസ്വാമികൾ 10 ഉപനിഷത്ത് എടുത്തു. അല്ലെങ്കിൽ ഉപനിഷത്താണ് പ്രമാണം എന്ന് പറഞ്ഞാൽ ആളുകൾ ഉപനിഷത്ത് എന്ന പേരിൽ കുറെ ശ്ലോകമൊക്കെ എഴുതി വെച്ചു. അനേക ഉപനിഷത്തുകൾ അങ്ങനെയുണ്ട്. എനിക്ക് വിഷ്ണുവാണ് പ്രധാനം എന്ന് പറയാനായിട്ട് അങ്ങനെ ഒരു ഉപനിഷത്ത്, ശിവനാണ് പ്രധാനം പറയാനായിട്ട് ഒരു ഉപനിഷത്ത്, ഗണപതിയാണ് പ്രധാനം പറയാനായിട്ട് ഒരു ഉപനിഷത്തൊക്കെ എഴുതി വെച്ചു. യേശുക്രിസ്തുവിന്റെ പേരിൽ പോലും എഴുതി വെച്ചിട്ടുണ്ടെന്നാ കേൾക്കണം. അപ്പോ ഉപനിഷത്ത് എന്ന് വെച്ചാൽ ബ്രഹ്മവിദ്യ എന്നർത്ഥം. ഇവിടെ മനുവിന് ആത്മസാക്ഷാത്കാരം ഉണ്ടായി ആത്മാനുഭവത്തിനെ വിളിച്ചു പറയാണ് ഏന ചേതയത്തെ വിശ്വം. നമുക്ക് കാണുന്നത് എന്താ? വിശ്വം, പ്രപഞ്ചം. വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ആദ്യത്തെ നാമം വിശ്വം. വിശ്വസ്മൈ നമഃ. എന്താ നാമത്തിന് അർത്ഥം? വിശ് എന്ന് വെച്ചാൽ പ്രവേശിക്കുക എന്നാണ് അർത്ഥം. നാമരൂപാകൃതിയിൽ ഭഗവാൻ സ്വയം ആയിത്തീർന്ന് അതിലേക്ക് പ്രവേശിച്ചത് കൊണ്ടാത്രേ അതിന് വിശ്വം എന്ന് പേര് വന്നു. വിശതേഹേ പ്രവേശനാത്ത്. ഈ പ്രപഞ്ച രൂപത്തിൽ തത്സൃഷ്ട്വാ തദേവാനുപ്രാവിശത്ത്. അപ്പൊ വിശ്വം തന്നെ ഭഗവത് സ്വരൂപമാണ്. വിശ്വം ഭഗവത് സ്വരൂപമാണ് എന്ന് വെച്ചാൽ വിശ്വത്തിനെ എങ്ങനെ അറിയുന്നു? ഏത് പ്രകാശം കൊണ്ടാണ് വിശ്വം കാണപ്പെടുന്നത്? ഒരു വൃദ്ധൻ ശങ്കരാചാര്യരോട് ചോദിച്ചു, എന്താണ് പരമപ്രകാശം എന്ന് ചോദിച്ചു. അപ്പൊ ആചാര്യസ്വാമികൾ തിരിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ ലോകത്തിനെ കാണുന്നത്? സംശയം എന്താ? സൂര്യപ്രകാശം കൊണ്ട്. കിം ജ്യോതിഹി തവ ഭാനുമാൻ അഹനിമേ. പകൽ സമയത്ത് സൂര്യ വെളിച്ചം കൊണ്ട് കാണുന്നു. ശരി. രാത്രിയിലോ? പ്രദീപാദികം, വിളക്കൊക്കെ കൊളുത്തി വെച്ച് കാണും, ടോർച്ചടിച്ച് കാണും. ആട്ടെ, സ്യാദേവം രവിദീപദർശന വിധൗ കിം ജ്യോതിഹി ആഖ്യാഹിതേ. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ എങ്ങനെ കാണുന്നു? ചക്ഷുഹു, കണ്ണുകൊണ്ട് ഞാൻ കാണുന്നു. തസ്യ നിമീലനാദി സമയേ കിം. കണ്ണൊക്കെ അടച്ചിട്ട് രാത്രി കിടന്ന് ഉറങ്ങണമല്ലേ? സ്വപ്നം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. കണ്ണൊന്നും വേണ്ട. സ്വപ്നം കാണാൻ കണ്ണു വേണോ? കണ്ണട വേണോ സ്വപ്നം കാണാനായിട്ട്? വെള്ളെഴുത്തുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും കണ്ണില്ലാത്ത ആളുകളും കാണും. സ്വപ്നം ക്ലിയർ ആയിട്ട് കാണും. ഇരുട്ടില് കിടന്നാലും വെളിച്ചത്തിൽ കാണും സ്വപ്നം. അതേത് വെളിച്ചം കൊണ്ട് കണ്ടു? ധീഹി, ബുദ്ധി കൊണ്ട് കണ്ടു എന്നാണ്. ധിയോദർശനേ കിം. ബുദ്ധിയെ ആര് കാണുന്നു? ബുദ്ധിക്ക് ആര് സാക്ഷി? ബുദ്ധിക്ക് ആര് സാക്ഷി എന്ന് വെച്ചാൽ ബുദ്ധി ലയിച്ചിരിക്കുന്ന ഉറക്കത്തിലും ഏതൊരുത്തനുണ്ടോ അവനാണ് ബുദ്ധിയെ കാണുന്നത്. ഇപ്പൊ ബുദ്ധിയും ഉറക്കത്തിൽ പ്രവർത്തിച്ചില്ല എന്ന് ആര് പറയണു? ഞാൻ പറയണം. തത്ര അഹം ഭവാൻ പരമകം ജ്യോതി. ഈ ചോദ്യം ചോദിച്ച ആളോട് ഗുരു പറയാണ്, നീ തന്നെ ആ പരമജ്യോതി, തത്വമസി തദസ്മി പ്രഭോ. എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന പരമപ്രകാശം നമ്മളുടെ ഉള്ളിൽ ഞാൻ ഉണ്ട് എന്ന അനുഭവ രൂപത്തിൽ ഉണ്ട്.
ആ അർത്ഥത്തിലാണ് യേശുക്രിസ്തു ഐ ആം ദ ലൈറ്റ്, ഞാൻ വെളിച്ചമാകുന്നു. ഉള്ള ചുമരിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും പോണ വഴിയില്ല, എവിടെയും വായിക്കാം. ഞാൻ വെളിച്ചമാകുന്നു എന്ന് വെച്ചാൽ ചരിത്രകാലത്ത് എവിടെയോ ജനിച്ച ഒരു ക്രിസ്തു വെളിച്ചമാണെങ്കിൽ നമ്മുടെ വെളിച്ചത്തിന് എവിടെ പോകും? ഇരുട്ടിൽ തന്നെ ഇരിക്കണം. ഞാൻ വെളിച്ചമാവണു എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഉള്ളിലുമുള്ള ഞാൻ, ആത്മാവായ ഞാൻ, പ്രജ്ഞയായ ഞാൻ, ബ്രഹ്മമായ ഞാൻ, ഭഗവാനായ ഞാനാണ് വെളിച്ചം. ആ വെളിച്ചം കൊണ്ടാണ് വിശ്വം മുഴുവൻ പ്രകാശിപ്പിക്കപ്പെടുന്നത്. പ്രപഞ്ചമുണ്ട് എന്നറിയണത് ചൈതന്യത്തിന്റെ പ്രകാശം കൊണ്ടാണ്. അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് ആര് കാണും? ഈ മൈക്കുണ്ട് എന്ന് അറിയില്ല. ഞാൻ മൈക്കാണ്, ഞാൻ ഇവിടെ ഉണ്ടെന്ന് അതിനറിയില്ല. അതുകൊണ്ട് അതിന് നമ്മളൊക്കെ ഉണ്ടെന്ന് അറിയില്ല. എനിക്ക് ഞാൻ ഉണ്ട് എന്നറിയണു, നിങ്ങൾ ഓരോരുത്തരും ഉണ്ടെന്ന് ഞാൻ കാണുകയും അറിയുകയും ചെയ്യുന്നു. ഏതൊന്നിന് തന്റെ അസ്തിത്വത്തിന്റെ അനുഭവമുണ്ടോ അതിനാണ് പ്രപഞ്ചാനുഭവം. പ്രപഞ്ചാനുഭവത്തിന്റെ അധിഷ്ഠാനം സ്വാനുഭൂതിയാണ്. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ ഏതൊന്നുകൊണ്ട് പ്രകാശിപ്പിക്കപ്പെടുന്നു? തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. അത് പ്രകാശിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളതൊക്കെ പ്രകാശിക്കുന്നു. അതെന്താ ആ പ്രകാശം? അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമഃ. അർക്കൻ, അനലൻ മുതലായിട്ടുള്ളതുകളൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഈ പ്രപഞ്ചത്തിനെ കാണുന്ന ഭൗതികമായ രണ്ട് കണ്ണുകൾ. ഈ കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണ് മനസ്സില്ലെങ്കിൽ ഈ കണ്ണുണ്ടായിട്ടും പ്രയോജനമില്ല. അതിന് കണ്ണായിരുന്ന പൊരുൾ താൻ എന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണ. അതാണ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന പരമപ്രകാശം. ആ പരമപ്രകാശം പ്രപഞ്ചമില്ലാത്ത അവസ്ഥയിലും ഉണർന്നിരിക്കുന്നു. യോ ജാഗർത്തി ശയാനേസ്മിൻ. രണ്ടു തരത്തിൽ. ഉറങ്ങുമ്പോ സ്വപ്നം കാണുമ്പോ സ്വപ്നത്തിനെ പ്രകാശിപ്പിക്കുന്നു. സ്വപ്നവും ഇല്ലാത്ത ഒരു ഉറക്കമുണ്ട് നമുക്ക് ദിവസം. രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ കിടക്കയിൽ ഇരുന്നു അങ്ങോട്ട് നോക്കാം, കുറച്ചു നേരം മുമ്പ് ഞാൻ എവിടെയായിരുന്നു, എന്തായിരുന്നു അവസ്ഥ. ദിവസം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് പതുക്കെ 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 ആ സുഷുപ്തിയുടെ ദർശനം കിട്ടും. ശരീരമില്ല, വ്യക്തിത്വമില്ല, സുഖമായി ഉറങ്ങിയെന്നൊരു തോന്നല്. അവിടെ ഞാൻ എന്ന് പറയുന്ന ഈ വ്യക്തിത്വവുമില്ല. എഴുന്നേറ്റാ വീണ്ടും അങ്ങോട്ട് പോവാൻ ഒരു ആകർഷണം, അവിടെ പോയി ഞാനില്ലാതിരിക്കാൻ ഒരു ആകർഷണം ദിവസമുണ്ട് നമുക്ക്. ആ സുഷുപ്തി അവസ്ഥയിലും ഏതൊരുത്തൻ ഉണർന്നിരിക്കുന്നുവോ, യോ ജാഗർത്തി ശയാനേസ്മിൻ യസ് സുപ്തേഷു ജാഗർത്തി കാമം കാമം പുരുഷോ നിർമ്മിമാണഃ തദേവ ശുക്രം തദ്ബ്രഹ്മം തദേവ അമൃതമുച്യത്തെ തസ്മിൻ ലോകാഃ ശ്രിതാഃ സർവേ തതുന അത്യേതി കശ്ചന ഏതദ്വൈ തത്. ഇത് തന്നെ അത് എന്നാണ്. അത് തന്നെ ഇത്. ഏത്? യസ് സുപ്തേഷു, ശരീരം ഉറങ്ങിക്കിടക്കുമ്പോ, മനസ്സ് അടങ്ങിക്കിടക്കുമ്പോ, യോ ജാഗർത്തി, ഏതൊരുത്തൻ ഉണർന്നിരുന്നുകൊണ്ട് ഉറക്കത്തിനെയും കണ്ടുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് എല്ലാവർക്കും ദിവസവും അനുഭവവേദ്യമായ വിഷയം. സപ്താഹം കേട്ടുകൊണ്ടേയിരിക്കുമ്പോ ചിലപ്പോ സപ്താഹം മറഞ്ഞു പോവും, അടുത്തിരിക്കുന്ന ആളുകളും മറഞ്ഞു പോവും. ഒരു സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് പോയിട്ട് വന്നാൽ ഫ്രഷായി. അവിടെ എല്ലാത്തിനെയും നമ്മളെ വീണ്ടും ഊർജ്ജസ്വലരാക്കാൻ വേണ്ടിയുള്ളതൊക്കെ അവിടെ ഉണ്ട്. എല്ലാവരുടെ ഉള്ളിലുണ്ട് എനർജി. അവിടെ ഒന്ന് പോയിട്ട് വന്നാൽ ഫ്രഷായി. അധിക സൂക്കേടുകളും ഉറങ്ങിക്കഴിഞ്ഞാൽ മാറും. ഡോക്ടർമാരൊക്കെ എന്താ ചെയ്യണം? പലതും ഭ്രാന്തൊക്കെ നല്ല കിറുക്ക് പിടിച്ച ആളുകൾക്ക് കാര്യമായ മരുന്ന് ഉറക്കമാണ്. മരുന്ന് കൊടുത്ത് കുറേ ദിവസം ഉറക്കിക്കഴിഞ്ഞാൽ ശരിയാവും. എല്ലാ കിറുക്കും മാറ്റാനുള്ള മരുന്ന് ഹൃദയത്തിലുണ്ട്. തമിഴിലൊരു പാട്ടിരിക്കുന്നു, നന്ദനാർ ചരിത്രത്തിൽ. പിത്തം തെളിയ മരുന്തൊன்றிருக்குது பேரின்பமன்றுள்ளே. ஒரே மருந்து தான் பித்தம் தெளிய. மற்ற மருந்துகள் தின்றாலும் உள்ளுக்கு செல்லாது, அல்லல் படும் மனம் நில்லாது. அடிமை பித்தம் தெளிய மருந்தொன்றிருக்குது பேரின்பமன்றுள்ளே.
எந்திரார் சரித்திரத்துல பாட்டு. ஒரே ஒரு மருந்து தான் இருக்கு எனக்கு. பாம்பு புலியுமை பாடுபட்டு தேடி பார்த்து பயிரிட்டது, பார்வதி எனும் சீமாட்டியதில் பாதியை தின்றதுண்டு, இன்னும் பாதி இருக்குது பறையா நீ போய் பாரென்று தரம் தாரும் தாரும். ஒரே மருந்து தான் பித்தம் தெளியறதுக்கு, ஹிருதயத்துல இருக்கு, எல்லாரோட ஹிருதயத்திலும் இருக்கு. அந்த மருந்தை சாப்பிட்டா தான் பித்தம் தெளியும். பைத்தியம் பற்றி பயனரும் எனக்குன் பதமுறும் அருமருந்து அருள்வாய், பைத்தியம் மருந்தாய் பாரொளிர் அருண பருவத உருபெரும் பரனே. അപ്പോ മനസ്സ് തന്നെ ഭ്രാന്താണേ. മനസ്സിന് മറ്റൊരു പേരാണ് ഭ്രാന്ത്. മൈൻഡ് ഈസ് മാഡ്നസ്. മനസ്സ് പെരുക്കുന്തോറും ഭ്രാന്താവും നമുക്ക്. മനസ്സ് കുറയും തോറും നമ്മള് കൂടുതൽ 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 വ്യക്തബുദ്ധിയുള്ളവരായിട്ട്. മനസ്സോടുകൂടെ ഇരിക്കുന്നത് നമ്മളുടെ സ്വഭാവമേ അല്ല, മനസ്സില്ലാതെ ഇരിക്കുന്നതാണ് നമ്മളുടെ യഥാർത്ഥ സ്വഭാവം. ചിത്തവൃത്തികളില്ലാതെ ഇരിക്കുന്നതാണ് നമ്മളുടെ യഥാർത്ഥ സ്വഭാവം. അപ്പോ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഏതൊരു ചൈതന്യം ഉണർന്നു കിടക്കുന്നു, അതാണ് ആത്മാ. സുഷുപ്തി അവസ്ഥയില് നമ്മളാരും രാജാവ് രാജാവല്ല, ഭിക്ഷക്കാരൻ ഭിക്ഷക്കാരനല്ല, മന്ത്രി മന്ത്രിയല്ല, സ്ത്രീ സ്ത്രീയല്ല, പുരുഷൻ പുരുഷനല്ല, ബ്രാഹ്മണനില്ല ശൂദ്രനില്ല. ഉറക്കം എല്ലാവരുടെയും ഉറക്കം ഒരേപോലെ. ഉണർന്നു കഴിഞ്ഞാൽ എല്ലാ ഭേദവും പൊന്തി. ആ ഉറക്കത്തിൽ ശരീരം മനസ്സ് ഒന്നുമില്ല, പക്ഷെ ആത്മാ ഉണ്ട്. ആ ആത്മാവിൽ നിന്നും പൊന്തുന്നു ഈ പ്രപഞ്ചം. അപ്പൊ ഈ പ്രപഞ്ചം എന്താണ്? ആത്മാ തന്നെ. ആത്മാവിൽ നിന്ന് വേറെ എന്ത് പൊന്തും? ആത്മാവിൽ നിന്ന് പൊന്തുന്നതൊക്കെ ആത്മാ തന്നെ. സമുദ്രത്തിൽ അലയുണ്ടാവുന്നു, കുമിള ഉണ്ടാവുന്നു, എന്തൊക്കെ തന്നെ ഉണ്ടായാലും വാസ്തവത്തിലൊക്കെ എന്താ? സമുദ്രമല്ല, ജലം. സമുദ്രം എന്ന് പറഞ്ഞാലും ഭേദമുണ്ട്. സമുദ്രവും ജലമാണ്, അലയും ജലമാണ്, കുമിളയും ജലമാണ്. ജലം എന്ന ഭാവത്തോടുകൂടെ നോക്കിയാൽ സമുദ്രമാണെങ്കിലും അലയാണെങ്കിലും കുമിളയാണെങ്കിലും വസ്തു ഒന്ന് തന്നെ. അപ്പോ ഉള്ളിൽ നമ്മുടെ സ്വരൂപമായി ഏതൊരു ബോധമുണ്ടോ ആ ബോധമാണ് പ്രപഞ്ചാകാരത്തിൽ പരിണമിച്ച് നിൽക്കുന്നത്. ഈ തത്വസാക്ഷാത്കാരം മനുവിന് ഉണ്ടായപ്പോ മനു ഉപനിഷത്ത് മന്ത്രത്തിനെ അല്പം ഒന്ന് മാറ്റിച്ചൊല്ലി. ഉപനിഷത്ത് ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞു. മനു അതിനെ ആത്മാവാസ്യമിതം വിശ്വം യത്കിഞ്ച ജഗത്യാം ജഗത് എന്ന് പറഞ്ഞു. ഈ ജഗത്തിനെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കുക. തേന തെക്തേന ഭുഞ്ജീഥാഹ, ത്യാഗം കൊണ്ട് ഭോഗം. എന്തിനെ ത്യജിക്കുക? എന്തിനെ ത്യജിക്കും? നാമരൂപത്തിനെ ത്യജിക്കാം. ശങ്കരാചാര്യസ്വാമികൾ അപരോക്ഷാനുഭൂതിയിൽ പറഞ്ഞു, ഒറ്റ ത്യാഗമേ പറ്റുള്ളൂ എന്നാണ്. പ്രപഞ്ചത്തിനെ ത്യജിക്കണം. എങ്ങനെ ത്യജിക്കും? ചിലർ കാഷായം എടുത്താൽ ലോകത്തിനെ വിട്ടു എന്ന് പറയും. ലോകം അങ്ങനെയൊക്കെ വിട്ടുപോകാൻ പറ്റുമോ? ലോകത്തിനെ എവിടെ വിടും? തല്ലിപ്പൊളിച്ച് കിണറ്റിലിടാൻ പറ്റുമോ? ലോകം എന്താ അങ്ങനെ ഒരു സാധനമാണോ? ലോകത്തിനെ എങ്ങനെ ഉപേക്ഷിക്കും? ത്യാഗഃ പ്രപഞ്ചരൂപസ്യ ബ്രഹ്മാത്മത്വ അവലോകനാത് ത്യാഗോ ഹി മഹതാം പൂജ്യഃ സദ്യോ മോക്ഷമയോ വിദുഃ. ഇപ്പൊ തന്നെ മോക്ഷം കിട്ടും. എങ്ങനെയാണെങ്കിലും വെച്ചാൽ പ്രപഞ്ചരൂപസ്യ ത്യാഗഃ, പ്രപഞ്ചത്തിനെ പ്രപഞ്ചമായിട്ട് ത്യജിച്ചു, ഭഗവാനായിട്ട് എടുത്തു. പ്രപഞ്ചത്തിനെ ഭഗവത് സ്വരൂപമായിട്ട് കാണുമ്പോ പ്രപഞ്ചത്തിന് വിട്ടു. അപ്പൊ പിന്നെ ജഗൻ മിഥ്യ എന്ന് പറയേണ്ട ആവശ്യമേ ഇല്ല. അവിടെ ജഗത്ത് നാരായണനാണ്, വിശ്വം ഭഗവത് സ്വരൂപമാണ്, സ്ഥൂലമായ ഭഗവാന്റെ ശരീരമാണ് വിശ്വം. അപ്പൊ ഇവിടെ മിഥ്യ എന്ന് പറയേണ്ട ആവശ്യമില്ല. ജഗത്ത് തന്നെ ഭഗവത് സ്വരൂപമാണ്, കാണുന്നതൊക്കെ പരമാത്മസ്വരൂപമാണ്. അപ്പൊ ജഗത്തിനെ വിട്ടുകഴിഞ്ഞു. സ്ത്രീ സ്ത്രീയല്ല, പുരുഷൻ പുരുഷനല്ല. അതാണ് ത്യാഗം. രാമകൃഷ്ണ പരമഹംസർ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു ഭക്തൻ കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നു. മാസ്റ്റർ ഒരു ഭക്തൻ രാമകൃഷ്ണദേവനെ കൂടെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോ ഒരു വേശ്യ സ്ത്രീ, അവിടെ അറിയപ്പെടുന്ന ഒരു സ്ത്രീ, അവൾ തെരുവിലൂടെ പോകും. ഈ ഭക്തൻ രാമകൃഷ്ണദേവൻ ആ സ്ത്രീയെ കാണാതിരിക്കാനായിട്ട് വേറെ വഴിക്ക് കൊണ്ടുപോകാൻ നോക്കിയപ്പോ ആ സ്ത്രീയെ ദൂരത്തുനിന്ന് രാമകൃഷ്ണദേവൻ കണ്ടു. അവരെ അടുത്ത് വിളിച്ചു. വർത്തമാനം കുശലോ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു. അവര് എന്നിട്ട് പറഞ്ഞു വെച്ചു. അപ്പൊ ഈ ഭക്തൻ രാമകൃഷ്ണദേവനോട് പറയാം, അവൾ അത്ര നല്ല സ്വഭാവമുള്ള സ്ത്രീയല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോ ശ്രീരാമകൃഷ്ണദേവൻ സമാധിഷ്ഠിതനായി. എന്താ രാമകൃഷ്ണദേവൻ പറഞ്ഞു? അവളെക്കുറിച്ച് ആലോചിച്ച ഉടനെ എനിക്ക് സീതയെ ഓർമ്മ വന്നു എന്നാണ്. ഇതാണ് പ്രപഞ്ചത്യാഗം.
എന്നുവെച്ചാൽ പ്രപഞ്ചത്തിനെ പ്രപഞ്ചാകാരത്തിൽ ത്യജിച്ചു. നേരെ മറിച്ച് എന്താ നമ്മൾ വിചാരിക്കുന്നത്, അവൻ നല്ല ആള് ചീത്ത ആളെന്ന് പറയണമെന്ന് നമ്മളെന്തോ ബുദ്ധിശാലികളായിട്ടൊക്കെ വേർതിരിച്ചറിയാണെന്നാണ് വിചാരിക്കണം. എന്താ സംഭവിക്കുന്നത്? നമ്മളിപ്പോ ഒരാളെ ദുഷിച്ച സ്വഭാവമുള്ള ഒരു സ്ത്രീ എന്ന് കാണുമ്പോ ആ സ്വഭാവം എന്നിലാണ് ജനിച്ചിരിക്കുന്നത്. ഞാൻ ആ സ്ത്രീ ആവുകയാണിപ്പോ. അവൾക്കൊന്നും അറിയില്ല, അവളെവിടെയോ പച്ചക്കറി വാങ്ങിക്കാൻ പോയിക്കൊണ്ടിരിക്കണു. ഞാൻ അങ്ങനെ കണ്ട ഉടനെ ആ ഭാവം എന്റെ ഉള്ളിൽ ജനിച്ചു കഴിഞ്ഞു. ഞാൻ അപ്പൊ അവളാണ്. ഞാൻ എന്ത് നിഷേധിക്കുന്നു അത് ഞാനായി. ഈ ഭാവത്തിനെ ത്യജിക്കുന്നതിനാണ് സന്യാസം എന്ന് ആചാര്യസ്വാമി പറഞ്ഞു. ബ്രഹ്മാത്മത്വ അവലോകനാത് സർവം ഖലുവിതം ബ്രഹ്മ എന്നുള്ളതാണ് സന്യാസം. അതെങ്ങനെ? അതിനാണ് ഈ ഭക്തൻ ഇത്രയധികം ദൈവങ്ങളെ നമുക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. കുട്ടികളെ കാണുമ്പോൾ കൃഷ്ണൻ തോന്നണം. ഒരു പുരുഷനും സ്ത്രീയും കൂടെ പ്രിയമായിട്ട് നടക്കുന്നത് കാണുമ്പോൾ ആളുകൾ ഉടനെ ഇങ്ങനെ നോക്കും. അവരുടെ തലയിലെഴുത്ത് അവരെന്തോ ചെയ്യണോ, അവരുടെ പ്രാരബ്ധം എന്തോ അനുഭവിക്കാൻ പോകണം. നമുക്കെന്ത് വേണം? അല്ലേ? നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? അത് രാധാകൃഷ്ണൻ എന്ന് ഭാവം വന്നാൽ നമ്മളുടെ ചിത്തത്തിൽ ഭഗവത് ഭാവമായി. ഓരോരുത്തരെയും നമുക്ക് ഇത്രയധികം ദേവതാഭാവങ്ങൾ ഉണ്ടായിരിക്കുന്നത് മനുഷ്യരിൽ ഈ ഭാവവ്യത്യാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. സകലതും ഭഗവത് സ്വരൂപം എന്ന് കാണാമെങ്കിൽ നമുക്ക് ഒരിടത്തു നിന്നും ഒരു വിഘ്നം ഉണ്ടാവില്ല. സകലതും ആത്മാവിനെ കൊണ്ട് മൂടുക, മറയ്ക്കുക. അതാണ് ത്യാഗം, അതാണ് സന്യാസം എന്നാണ്. സകലതിനെയും ഭഗവത് സ്വരൂപമായി കാണലാണ് സന്യാസം. അപ്പൊ രക്ഷപ്പെട്ടു. ഇങ്ങനെ മനു ഒരു സ്തുതി. അത് കഴിഞ്ഞ് അടുത്തത് ഏറ്റവും പ്രധാനമായ ഒരു ഉപാഖ്യാനം ഗജേന്ദ്രമോക്ഷം. അത് ഒരു അധ്യായം വായിച്ചിട്ട് കാണാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നരത്വം ദേവത്വം നഗവനമൃഗത്വം മശകതാം പശുത്വം കീടത്വം ഭവതു വിഹഗത്വാദിജനനം സദാ ത്വത്പാദാബ്ജസ്മരണപരമാനന്ദലഹരീ വിഹാരാസക്തം ചേത് ഹൃദയവിഹ കിം തേന വപുഷാ. മനുഷ്യനായിട്ട് ജനിക്കണം എന്ന് പോലും നിർബന്ധമില്ല എന്നാണ് ഭക്തിക്ക് അത്ര സൗലഭ്യം. മനുഷ്യനായാലും വേണ്ടില്ല, ദേവനായാലും വേണ്ടില്ല, മൃഗത്വം മൃഗമായാലും വേണ്ടില്ല. മശകത ഇറങ്ങി വന്നു ആചാര്യസ്വാമികൾ. കൊതുക് ആയാലും വേണ്ടില്ല. ഒരു കൊതുകിന് ഭക്തി വന്നാൽ കൊതുക് രക്ഷപ്പെടും. സത്സംഗത്തിൽ കൊതുക് നല്ല കാര്യം ചെയ്തിട്ട് പോകും, ഉറങ്ങണവരെ എണീപ്പിച്ച് വിട്ടിട്ട് പോകും. മശകത്വം വാ ഭവതു. ഏത് മൃഗമാണെങ്കിലും മനുഷ്യനാണെങ്കിലും ഭഗവാന് എല്ലാത്തിലും വസ്തു ഒന്നാണല്ലോ. രമണ മഹർഷി ഒരിക്കൽ കുറെ കുരങ്ങുകൾക്ക് ആത്മതത്വം ഉപദേശിച്ചു. ഒരു കുരങ്ങ് മരിച്ചു. ആരോ കല്ലെറിഞ്ഞു, കുരങ്ങ് വീണു, മരിച്ചു. കുരങ്ങിന്റെ അടുത്തിരുന്ന് പറഞ്ഞു. കുരങ്ങുകളൊക്കെ അദ്ദേഹത്തിന് ചുറ്റും വന്നിരുന്ന് കരയാണ്. எல்லாருக்கும் பிறந்த வாழ்க்கெல்லாம் இறப்புண்டு, இந்த கல் எறிஞ்சவனுக்கும் இறப்புண்டு. சரீரத்துக்கு தான் மரணமே தவிர ஆத்மாவுக்கு மரணம் கிடையாது. இப்படியெல்லாம் குரங்குக்கு உபதேசம். யாரோ சொன்னா, பகவானே குரங்குக்கெல்லாம் புரியுமா? உங்களுக்கு சொல்றேன், உங்களுக்கும் புரியறது இல்லையா? இல்லையோ அது மாதிரிதான். உங்களுக்குள்ள சில பேர் புரிஞ்சுக்கிறா. எப்படி புரிஞ்சுண்டா? புத்தினால இல்ல, ஹிருதயத்தினால. அது மாதிரி அதுவும் புரிஞ்சுக்கும். அது புரிஞ்சுடுத்து இல்லாம நிம்மதியா போயிடுத்து குரங்கு. எந்த பிராணி புரிஞ்சுக்குன்னு சொல்ல முடியாது. எந்த புத்துல எந்த பாம்பு இருக்குன்னு தெரியாது சொல்ற மாதிரி யாருக்கு இதுக்கு தகுதி இருக்குன்னு நம்மளால கண்டுபிடிக்கவே முடியாது. அதனாலதான் இந்த அதிகாரவாதத்தை பெரிய ஞானிகள்லாம் ஏத்துக்கல. ஏன்னா அதிகாரிகளை நம்ம எப்படி கண்டுபிடிப்போம்? இன்னவா அதிகாரிகளுக்கு தான் உபதேசம் பண்ண முடியும். அதிகாரிகளை எப்படி தெரிஞ்சுக்கிறது? பகவானுக்கு தான் தெரியும் யாரு அதிகாரிங்கிறது. சிலப்போ பரம துராச்சாரிகளா இருக்கிறவா அதிகாரிகளா இருக்கா. உள்ள எங்கேயோ இருக்கு அதிகாரம், பக்குவத்தை. சதாச்சாரிகள் நம்ம நினைச்சுட்டு இருக்கிறவா அனதிகாரிகளா இருக்கா. அவளுக்கு புரியவே மாட்டேங்கிறது. அப்ப ஈஸ்வரனுக்கு தான் தெரியும் யாரு அதிகாரி இல்லைங்கிறது. இந்த ஜீவனோட எவல்யூஷனே கூடமா இருக்கு. அதனால எந்த ஜீவன் எந்த லேடர்ல எங்க நிக்கிறது தெரியாது. இங்க ஒரு ஆன கதை சொல்ல போறோம்.
ஏதோ குழந்தைகளுக்கு இருக்கிற கதையை நினைச்சுக்க கூடாது. കുട്ടികൾക്കൊക്കെ ഉള്ള ചിത്രകഥയിലൊക്കെ ഉള്ള പോലെയോ നായും പൂച്ചയൊക്കെ വർത്തമാനം പറയണ പോലെയല്ല. നമ്മളാണ് ആന, നമ്മളുടെ അഭിമാനമാണ് ആന. അതിനാണ് ഈ കഥ പറയുന്നത്. ത്രികൂടപർവ്വതത്തില് അനേകം ജന്തുക്കൾ, അവിടെ ഒരു ആനക്കൂട്ടം. ആ ആനക്കൂട്ടത്തിന് ഒരു ലീഡർ ഗജേന്ദ്രൻ. സാധാരണ സിംഹത്തിനാണ് മൃഗേന്ദ്രൻ എന്ന് പേര്, ഇവിടെ ഗജേന്ദ്രൻ ആന. ഈ ആനക്കൂട്ടത്തിനെ നയിച്ചുകൊണ്ട് ഈ ആന ഗജേന്ദ്രൻ കാട്ടിൽ വസിക്കുന്നു. ഒരിക്കൽ വെള്ളം അന്വേഷിച്ച് ഈ ആനകൾ കാട്ടിലൂടെ നടന്ന് ഒരു സരസിലെത്തി. ആ സരസിലേക്ക് ഇറങ്ങി ധാരാളം ജലം, സുഖമായി ജലം കുടിച്ചു, പരസ്പരം ജലം എറിഞ്ഞു കളിച്ചു. സ്വപുഷ്കരേണോദ്ധൃതശീകരാം ഭൂഭിഃ നിപായയൻ സംസ്നപയൻ യഥാഗൃഹീ ഘൃണീകരേണു കളഭാംശദുർമദോ നാചഷ്ടകൃച്ഛ്രം കൃപണോ അജമായയാ. ഈ ലോകത്തിൽ ജനിച്ചിട്ട് ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കാതെ ജീവിച്ചു മരിച്ചു പോകുന്നവരെയാണ് കൃപണന്മാരെന്ന് പറയണത്. ഏതത് തത്വം അജ്ഞാത്വാ അസ്മാത് ലോകാദ്യ പ്രയതീസ കൃപണഃ. കൃപണനായ മനുഷ്യൻ കുടുംബം, പലവിധ പ്രവൃത്തികൾ, കർമ്മങ്ങൾ, ഇതിലൊക്കെ പെട്ട് ഞാൻ സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്ന പാമ്പിന്റെ വായിലിരിക്കുന്ന തവള ഈച്ചയെ പിടിച്ച് തിന്നാം, സുഖമായിട്ടിരിക്കണം. മുകളിൽ മലയിൽ നിന്നും ചോട്ടിലേക്ക് ഒരാൾ വീണു, പിടികിട്ടിയത് ഒരു വള്ളിയിൽ. ആ വള്ളിയെ ഒരു എലി കരണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. എപ്പോ വേണമെങ്കിൽ ആ വെള്ളി പൊട്ടി ചുവട്ടിൽ വീഴാം. ചുവട്ടിൽ അഗാധമായ കുഴി, മരിച്ചാൽ കഴിഞ്ഞു. മുകളിൽ ഒരു സിംഹം കാത്തുകൊണ്ട് നിൽക്കുന്നു, മുകളിലേക്ക് കയറാനും പറ്റില്ല. അതിന് നടുവിൽ ഇത്തിരി തേൻ ഇങ്ങനെ ചൊട്ടണ്ട, നാവ് നീട്ടി കുടിക്കുക അത്രേ. ഇതാണിപ്പോ ചെയ്യണത്. പറഞ്ഞാലൊട്ട് മനസ്സിലാവൂല്ല. ഇതൊക്കെ പോലെ എന്റർടൈൻമെന്റ്. ഭാഗവതൊക്കെ നന്നായിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതം വേറെ. ഞങ്ങൾക്ക് എത്ര സീരിയസ് മാറ്റർ ഇരിക്കണു, എത്ര കാര്യങ്ങൾ ഇരിക്കണു, എടുക്കണം, കൊടുക്കണം, പഠിക്കണം, പണം സമ്പാദിക്കണം. ഇതിന്റെ ഇടയിൽ ഭാഗവത് അദ്ദേഹം എന്തോ പറയുന്നുണ്ടല്ലോ, നമ്മൾ ഇത്തിരി കേട്ട് കളയാം. ആർക്കും സത്യം വേണമെന്നുള്ളവർ വളരെ കുറവ്. അധികം പേരും വെറും ഒരു ചൊറിച്ചൽ പോലെ, തിരിച്ചൊറിയുമ്പോ ഒരു സുഖമുണ്ടല്ലോ, അതുപോലെ എന്തോ ഒന്ന് കേട്ട് കളയാന്നാണ്. ഇതിന്റെ സീരിയസ്നെസ്സേ ഇല്ല എന്നാണ്. എന്തിനാണ് ഈ ഭാഗവതം? നമുക്കൊക്കെ എന്റർടൈൻമെന്റിനും ഉച്ചയ്ക്ക് ചാപ്പാട് തരാനുമാണോ വ്യാസഭഗവാൻ ഭാഗവതം എഴുതിയത്? അല്ല സപ്താഹക്കാർക്ക് പഴപ്പിനോ? വന്ന കാര്യം മറന്നുപോയി വേറെ എന്തിലോ കളിക്കുമ്പോഴാണ് കൃപണൻ എന്ന് വിളിക്കണത്. വന്ന കാര്യം മറന്നു, അപ്പാടെ വിസ്മരിച്ചു. പാടെ വിസ്മരിച്ച് പല ന്യായീകരണങ്ങളും പറയണമെന്നാണ്. ഭാഗവതം കേട്ടൂടെ, പഠിച്ചൂടെ, കുറച്ച് ഭഗവത് അഭിമുഖമായിട്ട് തിരിഞ്ഞു. അതിനൊന്നും ഇപ്പൊ സമയമില്ല. ഞങ്ങൾക്ക് വേണമെന്നുണ്ട്, സിൻസിയറായിട്ട് വേണമെന്നുണ്ട്. ഇപ്പൊ ജോലിയുണ്ട്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, എത്ര കാര്യങ്ങൾ കിടക്കണു. അതിനിടയിൽ ഇതിനൊക്കെ എവിടെ സമയം? അവരുടെ ആർഗ്യുമെന്റ് അവർ വിചാരിക്കുന്നത് വളരെ നല്ല എക്സ്ക്യൂസ് ആണെന്നാണ്. പക്ഷേ ഇവിടെ ഈ വള്ളി എപ്പോഴാ പൊട്ടുക എന്നറിയില്ല, ചുവട്ടിലേക്ക് എപ്പോ വീഴുന്ന അറിയില്ല. അപ്പൊ സീരിയസ്നെസ് ഇല്ലാതെ ഇരിക്കുകയാണ്. അതാണ് അസാമാന്യ ധൈര്യം എന്ന് പറയുന്നത്. ഭർതൃഹരി നല്ല ധൈര്യം ഉണ്ടാണ്, മഠയന്റെ ധൈര്യം. ഈ ആന വെള്ളത്തിൽ കളിക്കുന്നത് കാണുമ്പോ ശ്രീ സുഖബ്രഹ്മ മഹർഷി പറയാണ്, ഇതാണ് കൃപണോ അജമായയാ നാചഷ്ട. ഇയാൾ അറിഞ്ഞില്ല. എന്തറിഞ്ഞില്ല എന്ന് വെച്ചാൽ ഈ വെള്ളത്തിന്റെ ഉള്ളിൽ ആരാ ഉള്ളത് എന്ന് അറിഞ്ഞില്ല എന്നാണ്. കാല് പിടിക്കുമ്പോഴേ അറിയുള്ളൂ. കുറെ കഴിഞ്ഞപ്പോ കാലിൽ എന്തോ ഒരു തടസ്സം, എന്തോ കുടുങ്ങിയിരിക്കണു, പിടിച്ചിരിക്കണു. എന്താ അത്? അല്പം ഒന്ന് കാലൊന്ന് വലിച്ചു നോക്കി, അനക്കല്ല. മറ്റേ കാലുകൊണ്ട് ഇരട്ടി നോക്കിയാൽ ഒരു മുതല. കാലൊന്ന് കുടഞ്ഞു നോക്കി, അനങ്ങാൻ വയ്യ. മറ്റാനകളൊക്കെ ചോദിച്ചു, എന്തു പറ്റിയെന്ന് ചോദിച്ചു. ഏയ് സാരമില്ല, ഒരു കൊച്ചു മുതല, ഒന്ന് വലിക്കട്ടെ എന്നൊന്ന് വലിച്ചു നോക്കി, അനക്കല്ല. കുടുംബത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു വിഷമം വരുമ്പോ നമുക്ക് ധാരാളം ആളുകൾ സഹായിക്കാനുണ്ട്, എന്റെ ബലമുണ്ടെന്ന് ആദ്യത്തെ വിശ്വാസം. അതുകൊണ്ട് എന്നെ ആരും സഹായിക്കൊന്നും വേണ്ട, ഞാനൊന്ന് വലിച്ച പോന്നോളും. വലിച്ചു നോക്കി, രക്ഷയില്ല. ആ പിടിയാനകളോട് പറഞ്ഞു, ഒന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞു.
പിടിയാനകൾ വലിച്ചു നോക്കിയിട്ടൊന്നും രക്ഷയില്ല. വലിയ വലിയ കൊമ്പനാനകൾ വിളിച്ചു, അവരോരോരുത്തരായിട്ട് വലിച്ചു, രക്ഷയില്ല. ഇപ്പൊ എന്തായി? പിടിയാനകൾ വലിച്ചു, കൊമ്പനാനകൾ വലിച്ചു, എല്ലാവരും സഹായിച്ചിട്ടും അനങ്ങണില്ല എന്നാണ്. ഇങ്ങനെയൊരു മുതലയോ? എല്ലാരെയും പിടിക്കണ മുതലയാണ്, കാലമാവുന്ന മുതല. സംസാരത്തില് ലോകത്തില് നമുക്ക് വിഷമം എന്ന് വരുമ്പോ വാസ്തവത്തിൽ തന്നെ നമ്മളെ സഹായിക്കണം എന്ന് നമ്മളുടെ ബന്ധുക്കളും നമ്മളെ ചേർന്നവരും ഒക്കെ വിചാരിച്ചാൽ പോലും സാധ്യമല്ല. അവരൊക്കെ സ്നേഹം കൊണ്ട് നമ്മളെ സഹായിക്കണം എന്ന് വിചാരിച്ചാൽ പോലും എനിക്ക് കയ്യിലോ കാലിലോ ഒരു വേദന വന്നാൽ ആർക്ക് സഹായിക്കാൻ പറ്റും? ഒരു കാപ്പിയോ ചായയോ വേണമെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കി തരുമായിരിക്കും. എന്റെ ശരീരത്തിലൊരു വേദന വന്നാൽ വേറെ ആരും അനുഭവിക്കാൻ പറ്റും? എനിക്ക് വേറെ മാനസികമായ ദുഃഖം വന്നാൽ അത് ആര് പങ്കിടും? വലിച്ചിട്ട് മുതല പിടിവിടുന്നില്ല. താൻ വിശ്വസിച്ചതൊക്കെ വ്യർത്ഥമായി എന്ന് കണ്ടു. തന്നെയും വിശ്വസിക്കാൻ പറ്റില്ല, താൻ വിശ്വസിച്ച് അടുത്തിരിക്കുന്ന ആളുകളെയും വിശ്വസിക്കാനൊക്കില്ല എന്നായിപ്പോ. ഈ ഒരു സന്ദർഭം പലർക്കും അവരവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ ഇട്ട ബാങ്കിലിട്ട ഡെപ്പോസിറ്റ് ഒന്നും പ്രയോജനമില്ല. എത്രയോ ഡോക്ടർമാരും ആസ്പത്രികളും ഒക്കെ ഉണ്ട്, അവരും ഒന്നും പ്രയോജനമില്ല. നമ്മളെ വളരെ സ്നേഹിക്കുന്ന നമ്മളുടെ ബന്ധുക്കളും പ്രയോജനമില്ല. നമ്മളുടെ ബലവും ബുദ്ധിശക്തിയും ഒന്നും പ്രയോജനമില്ല. ആ സമയത്ത് ആരെ വിളിക്കും എന്ന് ആലോചിച്ചു നോക്കും. ആരെ ആശ്രയിക്കും? എവിടെ ആശ്രയിക്കും? എന്തിനെ ആശ്രയിക്കും? എല്ലാവിധത്തിലും ചതിച്ചു പ്രകൃതി എന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് നമ്മൾ ആശ്രയിക്കാൻ ഇവിടെ യോഗ്യമായ ഒരു വസ്തുവില്ല എന്ന് സുവ്യക്തമായിട്ട് അപ്പൊ കാണും. ആശ്രയിക്കണമെന്നൊക്കെ വിട്ടു. ആരോഗ്യത്തിന് ആശ്രയിക്കാൻ നോക്കോ? വിട്ടുപോയി. ബന്ധുക്കളെ ആശ്രയിക്കാൻ നോക്കോ? വിട്ടുപോയി. ധനത്തിനെ ആശ്രയിക്കാൻ നോക്കുവോ? ധനം ഉണ്ടായിട്ടും പ്രയോജനമില്ല. വിട്ടുപോകണമെന്നില്ല. ഉണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ചിലരൊക്കെ പറയണു, എത്ര വേണമെങ്കിൽ ഞാൻ പണം ചെലവാക്കാൻ, എന്റെ ചില സൂക്കേടൊന്ന് മാറി കിട്ടിയാൽ മതി എന്നാണ്. ഡോക്ടർമാർ പറയണത് ഞങ്ങൾക്ക് ഡയഗ്നോസിസ് ചെയ്യാനേ പറ്റിയില്ല എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഡോക്ടറെ എനിക്കറിയണ ഒരാൾക്ക് കുറെ മരുന്ന് എഴുതി കൊടുത്തു. 1 വർഷത്തോളം മരുന്ന് എഴുതി കൊടുത്തു. അവസാനം അദ്ദേഹം പറഞ്ഞു, ഡോക്ടറെ 1 വർഷമായിട്ട് ഒരു ഭേദവുമില്ലല്ലോ. ഡോക്ടർ പറയണു, എനിക്കും അതേ കുഴപ്പമാണ്, ഞാനിപ്പോ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അതേ സൂക്കേടാണ് എനിക്കും. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോ ഇവിടെ ലോകത്തിൽ എല്ലാവർക്കും അതാണ്. പരസ്പരം ഈ വിഷമങ്ങളുണ്ട് നമുക്ക്. ഈ വിഷമങ്ങളിലപ്പോ, ഈ വിഷമങ്ങളൊക്കെ ഉള്ളപ്പോ വേറെ എവിടെ ആശ്രയമുണ്ട്? നമ്മൾ നോക്കും. ഈ അറിവുണ്ടല്ലോ, ഈ അറിവ് നമുക്ക് ശരണാഗതിയെ ഉണ്ടാക്കും. നമുക്ക് ആശ്രയിക്കാൻ യോഗ്യമായ ഒരു വസ്തുവും ഇല്ലെന്നും നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വിട്ടുപോകുമെന്നും നല്ലവണ്ണം കാണുമ്പോ ഒരു ഭയം തോന്നും. ആ ഭയം വരുമ്പോ ഭഗവാനെ ആശ്രയിക്കും ഈ ജീവൻ. വാസ്തവത്തിനെ കാണുമ്പോ ഭഗവാനെ ആശ്രയിക്കാതെ നിവൃത്തിയില്ല. ആ സമയത്ത് ഈ ഗജേന്ദ്രൻ അല്പം ഒന്ന് ആലോചിച്ചു, ഞാൻ ആരെ ആശ്രയിക്കും? ആന ഏത് ഭഗവാനെ ഉപാസിക്കും പറയൂ? നമ്മളാവുമ്പോ നമ്മളുടെ രൂപത്തിൽ ഭഗവാനെ കാണുന്നു. ആന ഏത് രൂപത്തിൽ കാണും? ഒരു ഭക്തൻ പറഞ്ഞു, ഭഗവാനെ ഓരോരുത്തരും ഓരോ വിധത്തിൽ അങ്ങേ പറയണു. അങ്ങ് ആരാ എനിക്കറിയില്ല. യാദൃശോസി മഹാദേവ താദൃശായി നമോ നമഃ. അങ്ങ് എങ്ങനെയുള്ള ആളാണോ അങ്ങനെയുള്ള ആൾക്ക് നമസ്കാരം എന്നാണ്. ഓരോരുത്തരും ഓരോ രൂപം പറയണു. എനിക്ക് അങ്ങയുടെ രൂപമൊന്നും എനിക്കിപ്പോ വർണ്ണിച്ച് കിട്ടണ്ട. അങ്ങ് എങ്ങനെയുണ്ടോ അങ്ങനെയുള്ള ആൾക്ക് നമസ്കാരം. എന്നെ അങ്ങ് രക്ഷിച്ചാൽ മതി. നക്രഗ്രഹഗ്രസന നിഗ്രഹ വിഗ്രഹസ്യ. ഈ നക്രത്തിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇല്ലാതാക്കണം. നക്രഗ്രഹഗ്രസന നിഗ്രഹ വിഗ്രഹസ്യ ശ്രീമത് വയോനിധി നികേതന ചക്രപാണേ ഭോഗീന്ദ്രഭോഗമണിരഞ്ജിത പുണ്യമൂർത്തെ യോഗേശ ശാശ്വത ശരണ്യ ഭവാബ്ധിപോത ലക്ഷ്മീ നൃസിംഹ മമദേഹി കരാവലംബം. ആ ലക്ഷ്മീ നൃസിംഹ സ്തോത്രത്തിലാണ് പറയുന്നത്, നക്രഗ്രഹഗ്രസന നിഗ്രഹ വിഗ്രഹസ്യ. സംസാര നക്രഗ്രഹം, സംസാരമാവുന്ന ഈ നക്രത്തിന്റെ പിടിയിൽ നിന്നും എന്നെ വിമുക്തനാക്കണം. എനിക്ക് വേറെ ആരും ഗതിയില്ല. യഃ ബലിനൊന്ത ഘോരകാത് പ്രചണ്ഡവേകാദഭിധാവതോ ഭൃശം ഭീതം പ്രപന്നം പരിപാതി യദ്ഭയാത് മൃത്യു പ്രധാവതി അരണം തമീമഹി. ഏതൊരു ഭഗവാനെ ഭയന്നിട്ടാണോ പ്രപഞ്ചത്തിലുള്ള പഞ്ചകൃത്യങ്ങളും ഭംഗിയായിട്ട് നടക്കണത്,
ഭീഷാസ്മാദ്വാതഃ പവതേ ഭീഷോദേതി സൂര്യഃ ഭീഷാസ്മാദഗ്നിശ്ചേന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമയിതി. എല്ലാ കർത്തവ്യങ്ങളും കൃത്യങ്ങളും ഏതൊരുത്തനെ ഭയന്നിട്ട് കൃത്യമായി ചിട്ടയോടുകൂടെ ഈ ലോകത്തിൽ നടക്കുന്നുവോ ആ ഭഗവാനെ ഞാനിതാ സംസാരത്തിനെ കണ്ടു ഭയന്ന് അവിടേക്ക് ശരണാഗതി ചെയ്തിരിക്കും. അരണം തമീമഹി, ഇനി വേറെ ആരും ഗതിയില്ല. ശരണാഗതോഹം ശരണാഗതോഹം ശരണാഗതോഹം. ആ സമയത്തെ ശരണാഗതിയുള്ളൂ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. എപ്പോഴാ സർവധർമാൻ പരിത്യജ്യ? ആളുകൾക്ക് ഒരുപാട് സംശയമായി, എന്താ ഈ ധർമ്മത്തിനെ വിടാൻ പറയണം? സർവധർമാൻ എന്ന് വെച്ചാൽ ആത്മാവല്ലാത്ത അനാത്മധർമ്മങ്ങളെ മുഴുവൻ വിട്ട് ആത്മാവിനെ ശരണാഗതി ചെയ്യൂ എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ആ ശ്ലോകത്തിന് അർത്ഥമൊന്നും ശരിപ്പെട്ടു വരില്ല. സർവധർമാൻ പരിത്യജെന്ന് വെച്ചാൽ എന്തിനുപേക്ഷിക്കും? അതായത് ആശ്രയിക്കാൻ കൊള്ളാത്ത വസ്തുക്കളെയൊക്കെ കണ്ടാൽ ആശ്രയം വിടും. അപ്പോ ആശ്രയം ഭദ്രം ഈക്ഷതഃ, ഭാഗവതം തന്നെ പറഞ്ഞു, ഭദ്രമായ അധിഷ്ഠാനത്തിനെ കാണും. ആശ്രയിക്കാൻ കൊള്ളുന്ന വസ്തുവിനെ നമ്മൾ നമ്മളുടെ ഉള്ളിൽ കാണും, ശാശ്വതമായ സത്യത്തിനെ കാണും. അത് കണ്ടു കഴിയുമ്പോ അതല്ലാത്തതൊന്നും ആശ്രയിക്കാൻ കൊള്ളില്ല. അസതഃ വിദ്യതേ ഭാവഃ എന്ന് കണ്ടാൽ സത്തിനെ നമ്മൾ ആശ്രയിക്കും. അതാണ് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഭഗവാൻ മാത്രമേ ഇവിടെ ആശ്രയിക്കാൻ കൊള്ളുന്ന വസ്തുവുള്ളൂ, ബാക്കിയൊക്കെ അനിത്യമാണെന്നും ഒന്നും ആശ്രയിക്കാൻ കൊള്ളില്ല എന്നും കണ്ട് അതിനെയൊക്കെ ആശ്രയിക്കുന്നത് വിട്ട് ഭഗവാനെ ആശ്രയിക്കാം. ഭാഗവതത്തിന്റെ ലക്ഷ്യം ആശ്രയമാണ്. സത്തിനെ ആശ്രയിക്കുക, അസത്തിനെ വ്യവഹരിക്കുക. പ്രപഞ്ച വസ്തുക്കളെയൊക്കെ വ്യവഹരിക്കണം, ഭഗവാനെ ആശ്രയിക്കണം. ഭഗവാനെ വ്യവഹരിച്ച് പ്രപഞ്ചത്തിനെ ആശ്രയിക്കാൻ പാടില്ല. നമുക്ക് കുഴപ്പം അവിടെയാണ്. പണത്തിനെ വ്യവഹരിക്കണം, ദ്രവ്യങ്ങളെയൊക്കെ വ്യവഹരിക്കണം. അത് വ്യവഹരിക്കാതെ ആർക്കും ജീവിക്കാൻ സാധ്യമല്ല. പക്ഷെ അതിനെ ആശ്രയിക്കാൻ കൊള്ളില്ല. ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കണമെന്ന് വിചാരിച്ചാൽ അതൊന്നും വിശ്വസിക്കാനേ കൊള്ളില്ല. ആശ്രയം നിത്യവസ്തുവിനെയും അനിത്യവസ്തുക്കൾ വ്യവഹാരയോഗ്യമാണ്. അനിത്യവസ്തുക്കളെ ആശ്രയിച്ച് നിത്യവസ്തുവിനെ വ്യവഹരിക്കാൻ പോയാൽ കുഴപ്പമാവും. ഇപ്പൊ അനിത്യവസ്തുക്കളൊക്കെ ഗജേന്ദ്രൻ തന്റെ മുമ്പിൽ കണ്ടു, ഒന്നും പിടിക്കാൻ വയ്യ, ആശ്രയിക്കാൻ വയ്യ, അത് വീണുപോകും. അപ്പൊ നിത്യമായ വസ്തുവിൽ വേണം ആശ്രയിക്കാൻ. ഇപ്പൊ ഒരു തൂണിൽ ചാരിയിരിക്കണം. എന്ത് ധൈര്യത്തിലാണ് ചാരിയിരിക്കുന്നത്? ആ തൂണ് വീഴില്ല എന്നുള്ള ഒരേ ഒരു ധൈര്യം, അല്ലേ? അല്ലെങ്കിൽ വീണ ഫാനിൽ ആരെങ്കിലും ചാരിയിരിക്കോ? അത് വീഴുന്നറിയാം. തൂണിൽ ചാരിയിരിക്കുന്നത് എന്താ? തൂണ് വീഴില്ല എന്നുള്ള ധൈര്യത്തിലാണ്. അപ്പൊ നമ്മൾ ചാരിയിരിക്കുന്ന വസ്തു നമ്മളെ വീഴ്ത്തിയിടാൻ പാടില്ല. അത് വീഴുന്ന വസ്തുവാണെങ്കിൽ നമ്മളും വീഴും. അതുകൊണ്ട് ഒരു സിദ്ധൻ പറഞ്ഞു, ബ്രഹ്മചാരി എന്ന് വെച്ചാൽ എന്താ അർത്ഥം ചോദിച്ചാൽ ബ്രഹ്മത്തിൽ ചാരിയിരിക്കുന്നവൻ. ബാക്കി എന്തിൽ ചാരിയിരുന്നാലും ആ വസ്തുക്കളും വീഴും, നമ്മളെയും വീഴ്ത്തിയിടുന്നു. അപ്പൊ അദ്ദേഹം അവസാനം കണ്ടുപിടിച്ചു, ചാരിയിരിക്കാൻ യോഗ്യമായിട്ടുള്ള ഒന്നേ ഉള്ളൂ, ബ്രഹ്മം. ബ്രഹ്മത്തിൽ ചാരിയിരുന്നാൽ അത് വീഴില്ല, നമ്മളും വീഴില്ല. അപ്പൊ ചാരിയിരിക്കണമെങ്കിൽ ബ്രഹ്മത്തിൽ ചാരുക. അപ്പോ ഇവിടെ ഗജേന്ദ്രൻ ഭഗവാന് ശരണാഗതി ചെയ്തു, എനിക്ക് വേറെ ആരും ഗതിയില്ല എന്ന് വ്യക്തമായി കണ്ടുകൊണ്ട് ഭഗവാൻ അല്ലാതെ വേറെ ആരും ഗതിയില്ല എന്ന് ശരണാഗതി ചെയ്തതും ഗജേന്ദ്രന്റെ ഉള്ളിൽ പരാവാക്കുണർന്നു, ഒരു ഉപനിഷത്തുണർന്നു. ഓം നമോ ഭഗവതേ തസ്മൈ യദഗേദച്ഛിദാത്മകം പുരുഷായ ആദിബീജായ പരേശായാഭിധീമഹി യസ്മിന്നിദം യദശ്ചേദം ഏനേദം യയിദം സ്വയം യോസ്മാത് പരസ്മാക്ഷ പരഃ തം പ്രപദ്യേ സ്വയംഭുവം. ഭഗവാന് ശരണാഗതി ചെയ്താൽ ശരണാഗതി ചെയ്യുന്നവനെ ഭഗവാൻ എടുത്ത് വിഴുങ്ങും. അതുകൊണ്ടാണ് ആളുകൾ പേടിക്കുന്നത്. ഗണപതിക്ക് ഇടയിൽ ഗണപതി പാല് കുടിച്ചു, വലിയ വാർത്തയായിരുന്നു. ഇപ്പൊ കുടിക്കണ്ടോന്ന് അറിയില്ല, ആരെങ്കിലും കൊടുത്തു നോക്കണ്ടോന്നും അറിയില്ല. പാലൊക്കെ കൊടുത്തപ്പോ ആളുകൾ ലിറ്റർ കണക്കിന് പാല് കൊണ്ടുപോയി. പക്ഷെ വേറെ ഒരു വാർത്തയാണ് വരുന്നത് വെച്ചോളാം. ഒരാൾ ഗണപതിക്ക് പൂജ ചെയ്യാൻ ശ്രീകോവിലിനുള്ളിൽ പോയി, കുറെ നേരമായിട്ടും പുറത്തു വന്നില്ല. വാതിൽ തുറന്നപ്പോ ആളെ കാണാനില്ല. ഗണപതി ആളെ വിഴുങ്ങി. ആരെങ്കിലും ഈ ശ്രീകോവിലിൽ പൂജയ്ക്ക് പോവുമോ? ഒരാളും പോവില്ല. ഗണപതി കുഴക്കട്ടയൊക്കെ തിന്നുകയാണെങ്കിൽ തിന്നോട്ടെ, പക്ഷെ കൊണ്ടുപോകണവനെ തിന്നാ കുഴപ്പമാണ്. ഭഗവാൻ ശരണാഗതി ചെയ്യുന്ന ആളെ എടുത്ത് വിഴുങ്ങിക്കളയും എന്നാണ്. എടുത്തു നീ വിഴുങ്ങി എന്നെ തന്നെ എടുത്ത് വിഴുങ്ങാം എന്നുവെച്ചാലോ ജീവനെ ഇല്ലാതാക്കാം.
അഹങ്കാരത്തിന് ഇല്ലാതാക്കലാണ് ഈ വിഴുങ്ങൽ. ശരണാഗതി ചെയ്താൽ ശരണാഗതി ചെയ്യുന്ന ഭക്തനെ എടുത്ത് വിഴുങ്ങും. അപ്പൊ ആ ഭക്തൻ വേറെ താൻ വേറെ എന്നുള്ള ഭാവം പോയി. യസ്മിന്നിതം, ഏതൊരുത്തനിലാണോ ഈ പ്രപഞ്ചം പ്രകാശിക്കുന്നത്, യതഹാചൈതം, ഏതൊരുത്തനിൽ നിന്നും ഈ പ്രപഞ്ചം പുറത്തേക്ക് വന്നു, ഏനേതം, ഏതൊരുത്തനെ കാരണം ഈ പ്രപഞ്ചം നടക്കുന്നു, യയിതം സ്വയം, ഏതൊരുത്തൻ തന്നെയാണോ ഈ പ്രപഞ്ചം, യോസ്മാത് പരസ്മാത് ശപരഹ, ഏതൊരുത്തൻ ഇതിനപ്പുറമുള്ള അവ്യക്തത്തിനും അപ്പുറമുള്ള പൂർണ്ണ വസ്തുവോ, ആ സ്വയം പ്രകാശമാനമായ സത്യത്തിന് ഞാൻ ശരണാഗതി ചെയ്യുന്നു. തം പ്രപദ്യേ സ്വയംഭുവം. ഇതിനാണ് ഭട്ടതിരി നാരായണീയത്തില് യസ്മിന്നേതം ദ്വിപാദം യദയിതമഭവദ്യേന ചേദം യേതത് യോസ്മാദുത്തീർണരൂപോ ഖലു സകലമിതം ഭാസിതം യസ്യ ഭാസാം യോ വാചാം ദൂരദൂരേ മുഹുരപി മനസാം യസ്യ ദേവാ മുനീന്ദ്രാः നോ വിദ്യുഃ തത്വരൂപം കിമു പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ. ഇതേ ശ്ലോകം. സർവവിഭക്തികളും പോയി. അപ്പോ ഭക്തി എന്ന് പറയാമെന്നാണ്. എല്ലാം ഗുരുവായൂരപ്പനായി. കൃഷ്ണോ രക്ഷതുമാം ചരാചര ഗുരുഹു കൃഷ്ണം നമസ്തേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസ്തകൃത് കൃഷ്ണായ തസ്മൈ നമഃ. കൃഷ്ണാത് സമുദ്ഭൂതമിദം ജഗത് കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരചഞ്ചലാ ഭവതു മേ ഹേ കൃഷ്ണ തുഭ്യം നമ. എന്നുവെച്ചാൽ ഞാനിരിക്കുന്ന ഇടത്തൊക്കെ കൃഷ്ണൻ ഇരിക്കണം. ഞാൻ ചെയ്യുന്നു, എന്നെ ചെയ്യുന്നു, എന്നാൽ ചെയ്യപ്പെടുന്നു, എനിക്ക് വേണ്ടി ചെയ്യപ്പെടുന്നു, എന്നിൽ നിന്നും നടക്കുന്നു. ഈ എല്ലാവിധത്തിലുള്ള കാരകങ്ങളും ഉപമർദ്ദമായി, കാരകങ്ങളൊന്നും പ്രവർത്തിക്കാത്ത സ്ഥിതി, ക്രിയാകാരക ദ്രവ്യ ഭേദങ്ങളൊക്കെ പോയി എന്ന് പറയണമല്ലോ. അപ്പൊ ഈ കാരകം എന്താ? ഡ്യൂവർഷിപ്പ്, കർത്തൃത്വം. ഞാൻ കർത്താവാണ്. സകലതും ഭഗവത് സ്വരൂപമായി പ്രകാശിക്കുന്നു. ഭഗവാൻ അല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്ന് ഗജേന്ദ്രന് നല്ലവണ്ണം പ്രകാശിച്ചു. നമോ നമസ്തേ അഖിലകാരണായ നിഷ്കാരണായ അദ്ഭുതകാരണായ സർവാഗമാംനായ മഹാർണവായ നമോ അപവർഗ്യായ പരായണായ. നമോ നമസ്തേ അഖിലകാരണായ നിഷ്കാരണായ അദ്ഭുതകാരണായ. ഭഗവാൻ ആരാണ്? എല്ലാത്തിനും കാരണം. വിശ്വം പശ്യതി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധതഃ ശിഷ്യ ആചാര്യതയാ തദൈവ പിതൃപുത്രാദി ആത്മനാഭേദതഃ. ദ്വൈതപ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഒരു കാരണം, കാര്യം, കാരണം, കാര്യം ഉണ്ട്. ഒരു ആപ്പിൾ ചുവട്ടിൽ വീണതും എന്താ കാരണം ശ്രദ്ധിച്ചു? എന്തിനും ഒരു കാരണ അന്വേഷണമാണ് ശാസ്ത്രം, സയൻസ്. കാര്യം, കാരണം. അപ്പൊ ഭഗവാൻ ഈ പ്രപഞ്ചത്തിന് കാരണമാണ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇപ്പൊ ഉണ്ടാവോ? ഒരു 4 ചട്ടി ഉണ്ടാക്കാനുള്ള മണ്ണ്, ആ മണ്ണിൽ നിന്നും 2 ചട്ടി ഉണ്ടാക്കിയാൽ 2 ചട്ടിക്കുള്ള മണ്ണേ ബാക്കിയുണ്ടാവുള്ളൂ. അതേപോലെ ഭഗവാനിൽ നിന്നും പ്രപഞ്ചം ഉണ്ടാക്കി. പ്രപഞ്ചം ഉണ്ടാക്കാൻ എന്താണ് ഭഗവാനോട് സാമഗ്രി? ഭഗവാൻ തന്നെ സാമഗ്രി. ശരി, ഭഗവാൻ തന്നിൽ നിന്നും പ്രപഞ്ചം ഉണ്ടാക്കിയാൽ ഇപ്പൊ ഭഗവാൻ പകുതിയേ ഉള്ളൂ എന്നുണ്ടോ? അവിടെ എത്ര ചട്ടി ഉണ്ടായാലും മണ്ണ് പൂർണ്ണമായി അവിടെ ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഒരു മണ്ണ്. ആ മണ്ണിൽ നിന്ന് എത്ര മണ്ണ് എടുത്താലും അവിടെ പൂർണ്ണം, ഉണ്ടാക്കിയതും പൂർണ്ണം. പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതി. ചില ജീവികളുണ്ട്, വളരെ ചെറിയ ജീവികൾ. ആ ചെറിയ ജീവികൾ, ബാക്ടീരിയ, ചെറിയ ജീവികൾ ചിലതൊക്കെ മുറിച്ചാൽ 2 ജീവിയായിട്ട് മാറും. അത് വെട്ടിക്കഴിഞ്ഞാൽ 2 ജീവിയായിട്ട് മാറും. ആ 2 ജീവിയായിട്ട് മാറിക്കഴിഞ്ഞാൽ 2നും അര അഹമേ ഉണ്ടാവുള്ളൂ എന്നുണ്ടോ? ഒരു പകുതി ഞാൻ, ഒരു പകുതി ഞാനായിട്ട് പോകുമോ? അത് രണ്ടും പൂർണ്ണമാണ്. പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ. ഒരു വിത്തിൽ നിന്ന് ഒരു മരം ഉണ്ടാവുന്നു. ആ മരത്തിൽ അനേക 1000 വിത്തുകൾ ഉണ്ടാവുന്നു. ഓരോ വിത്തും ഈ ആദ്യം കുഴിച്ചിട്ട വിത്തിന്റെ അത്രയും ശക്തി ഉള്ളതാണ്. അത് എത്ര പരമ്പര കഴിഞ്ഞാലും ആദ്യത്തെ വിത്തിന്റെ ശക്തി ക്ഷയിക്കാതെ വരുന്നു. പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണ. ബോധത്തിൽ പൂർണ്ണതയാണുള്ളത്. ബോധത്തിന് കലയേ ഇല്ല. അതുകൊണ്ടാണ് ഭഗവാന്റെ അംശം കല എന്നൊക്കെ നമ്മളുടെ അറിവിന് വേണ്ടി പറയാമെന്നല്ലാതെ പ്രകാശത്തിൽ അംശം കല എന്ന് പറയാമെന്നല്ലാതെ ഭഗവാന് അംശമോ കലയോ വലുതോ ഉണ്ടോ?
ബോധത്തിൽ അംശം കലയൊന്നുമില്ല, പൂർണ്ണതയേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിന് അദ്ഭുത കാരണം എന്ന് പറഞ്ഞത്. നമോ നമസ്തേ അഖിലകാരണായ നിഷ്കാരണായ അദ്ഭുതകാരണായ സർവാഗമാംനായ മഹാർണവായ. എല്ലാ വേദങ്ങളും ഒരു സമുദ്രമായി ചേർന്നാൽ ആ സമുദ്രമാണ് ഭഗവാൻ. നമോ അപവർഗ്യായ ശരാശ പരായണായ. ആ ഭഗവാൻ ആരാ? അദ്ദേഹം പുരുഷനോ, ഹി ആണോ, ഷീ ആണോ, ഇറ്റാണോ? രാമതീർത്ഥസ്വാമി ചിലപ്പോ ഹി എന്ന് പറയും, ചിലപ്പോ ഷീ എന്ന് പറയും, ചിലപ്പോ ഇറ്റ് എന്ന് പറയും. അപ്പോ സ്വാമി രാമതീർത്ഥനോട് ഒരു സായിപ്പ് എഴുന്നേറ്റ് ചോദിച്ചു, സ്വാമി നിങ്ങളുടെ വ്യാകരണം ശരിയില്ല, ബാക്കിയുള്ളതൊക്കെ ഇംഗ്ലീഷ് നന്നായിട്ട് പറയുന്നുണ്ട്, പക്ഷെ ഈ ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോ യു സ്പീക്ക് അബൌട്ട് ഹിം ആസ് ഇഫ് ഹി ഈസ് എ മാൻ, സംടൈം ആസ് ഫീമെയിൽ, ചില സമയത്ത് പുരുഷനായിട്ട് പറയുന്നു, ചില സമയത്ത് സ്ത്രീയായിട്ട് പറയുന്നു, ചില സമയത്ത് നപുംസകമായിട്ട് പറയണു. ക്ലിയർ ആയിട്ട് പറയൂ വെദർ ഹി ഈസ് മിസ്റ്റർ ഓർ മിസ് ഓർ മിസ്സിസ്, വാട്ട് ഈസ് ഹി? രാമതീർത്ഥൻ പറഞ്ഞു, ഹി ഈസ് നൈദർ മിസ്റ്റർ നോർ മിസ് നോർ ഈസ് ഹി മിസ്സസ്, ഹി ഈസ് മിസ്റ്ററി. അദ്ഭുതകാരണായ, അതാണ് അദ്ഭുതം. സർവാശ്ചര്യമയേ അച്ഛത്തെ, അദ്ഭുതമാണ്. സവൈന ദേവാസുരമർത്യതിര്യങ് ന സ്ത്രീ ന ഷണ്ഡോ ന പുമാൻ ന ജന്തു നായം ഗുണ കർമ്മ ന സന്ന ചാസത് നിഷേധശേഷോ ജയതാത് അശേഷ. എല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നവനായതുകൊണ്ട് ഭഗവാന് ശേഷൻ എന്ന് പേര്. നിഷേധശേഷോ ജയതാത് അശേഷ, എല്ലാം ആയിരിക്കുന്ന ശേഷിക്കുന്ന വസ്തു അശേഷമായ വസ്തു, ശേഷിക്കുന്ന വസ്തു എല്ലാമായ വസ്തു. നിഷേധശേഷോ ജയതാത് അശേഷ എന്ന് പറഞ്ഞ് ഈ ആന ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ അവിടെ ഗരുഡന്റെ മേലെ വന്നു. ചില ഭക്തന്മാരൊക്കെ ഭക്തിയുടെ ഭാവത്തില് ഗുരുവായൂരപ്പൻ അവിടുന്ന് ചെരുപ്പിടാൻ പറഞ്ഞിട്ട് ഓടി വന്നു എന്നൊക്കെ കഥയുണ്ട്. തെലുങ്കില് പോത്തണ്ണ ഭാഗവതത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അത്രേ. ഭഗവാൻ ഗജേന്ദ്രൻ സ്തുതിച്ചപ്പോ ഒക്കെ മറന്നുപോയിട്ട് ഓടിയത്രേ. ഗരുഡൻ സ്വയമേവ വന്ന് നിന്നുകൊടുത്തു എന്നാണ് ഇരിക്കാനായിട്ട്. സുദർശന ചക്രം കയ്യിൽ വന്ന് നിന്നുകൊടുത്തു, ശംഖ് കൈ ഒക്കെ മറന്നുപോയി എന്നാണ്. പോത്തണ്ണ അങ്ങനെ എഴുതിയപ്പോ ഏതോ ഒരു പണ്ഡിതൻ വളരെയധികം അതിനോട് വിരോധം കാണിച്ചു. അപ്പോ വേറെ ആരോ ഈ പണ്ഡിതനോട് ചോദിച്ചു അത്രേ. ഒരു ദിവസം ഈ പണ്ഡിതൻ സദസ്സില് ഭഗവാൻ ഇങ്ങനെയൊക്കെ ഓടി വന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഈ പണ്ഡിതന്റെ മകൻ കിണറ്റിൽ വിടുമെന്ന് ആരോ പറഞ്ഞപ്പോ ഇയാള് ഒരു നിമിഷം പോലും ആലോചിക്കാതെ പിന്നാലെ പോയി കിണറ്റിൽ ചാടി കുട്ടിയെ രക്ഷിക്കാനായി. അപ്പോ പറഞ്ഞു അത്രേ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മകൻ കിണറ്റിൽ ചാടി എന്ന് പറഞ്ഞപ്പോ വാസ്തവത്തിൽ കിണറ്റിൽ വീണിട്ടൊന്നുമില്ല, അദ്ദേഹം പോയി ചാടിയതാ. ഇത്രയധികം ഭാവമുള്ളപ്പോ ഓരോ ജീവനും പിതാവും മാതാവുമായിട്ടുള്ള ഭഗവാൻ ആ കാരുണ്യം വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഇപ്പോ വിശ്വസിക്കാൻ? പോത്തണ്ണ ഭാഗവതത്തിലെ ചില കഥകൾ എങ്ങനെയുണ്ട്. ഒരിക്കൽ പോത്തണ്ണ ഭാഗവതത്തിൽ ഈ ഗജേന്ദ്രമോക്ഷം കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോ മറ്റോ ആണ് അദ്ദേഹത്തിന് ഒരു ശ്ലോകം അദ്ദേഹത്തിന് സ്ഫുരിച്ചില്ല. അദ്ദേഹം രാമഭക്തനാണ്, കൃഷ്ണഭക്തനല്ല. എന്നുവെച്ചാൽ ഭാവം രാമഭാവമാണ്. രാമൻ തന്നെ ഭാഗവതം എഴുതാൻ പറഞ്ഞിട്ട് എഴുതിയെന്നാണ് പോത്തണ്ണ ആരംഭിക്കുമ്പോൾ പറയണത്. അപ്പൊ അമ്പലത്തിൽ തൊഴാനായിട്ട് പോയിരിക്കാം. തൊഴാൻ പോയ സമയത്ത് അവിടുന്ന് ഈ ശ്ലോകം ഏകദേശ രൂപത്തിൽ ഉള്ളിൽ വന്നു. അല്ല, ശ്ലോകം കിട്ടിയില്ല. ആ സമയം കുളിച്ച് തൊഴാൻ പോയിരിക്കുന്ന സമയത്ത് വീട്ടില് പോത്തണ്ണാവിന്റെ രൂപത്തിൽ ഭഗവാൻ വന്നു എന്നാണ്. വീട്ടിൽ വന്ന് പോത്തണ്ണാവിന്റെ മകളെ വിളിച്ചിട്ട് തന്റെ കാല് കഴുകാൻ പറഞ്ഞു അത്ര. മകൾക്ക് ആശ്ചര്യമായിരുന്നു. അച്ഛൻ നേരെ വരും, അദ്ദേഹം കാല് കഴുകും, ഉള്ളിൽ വരും. ഇന്ന് അച്ഛൻ പ്രത്യേകിച്ച് വന്ന് മകളെ വിളിച്ച് കാല് കഴുകാനായിട്ട് നിന്നുകൊടുത്തു. മകളും ഭക്തിയോടെ അച്ഛന്റെ കാലൊക്കെ കഴുകി ഉള്ളിൽ പോയി ആ വിട്ടുപോയ ശ്ലോകം എഴുതിയിട്ട് പോയി. ആ എഴുതുന്ന സമയത്ത് പോത്തണ്ണാവിന് അവിടെ ഈ ശ്ലോകം സ്ഫുരിച്ചു. അദ്ദേഹം തിരിച്ച് എഴുതാനായിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ ആ ശ്ലോകം ഇവിടെ എഴുതിയിട്ടുണ്ട്.
മകളോട് ചോദിച്ചു, മകള് പറഞ്ഞു, അങ്ങാണല്ലോ വന്ന് എഴുതിയത്, എന്റെ കാല് കഴുകാൻ പാദപ്രക്ഷാളനം ചെയ്യാനൊക്കെ എനിക്ക് നിന്ന് തന്നുവല്ലോ. അങ്ങനെയൊക്കെ ഭക്തന്മാരുടെ അനുഭവം. ഭാഗവതത്തിൽ ഭഗവാൻ അങ്ങനെ ഗരുഡനിൽ ആവിർഭവിച്ചു ഗജേന്ദ്രന്റെ മുമ്പിലേക്ക്. ഛന്ദോമയേന ഗരുഡേന സമുഹ്യമാനഃ എന്നുവെച്ചാൽ ജീവന് അഹങ്കാരക്ഷയം ഉണ്ടായി ശരണാഗതി ചെയ്യുമ്പോ ജ്ഞാനം പ്രകാശിക്കുന്നതാണ് ഗരുഡൻ. ജ്ഞാനമാണ് ഗരുഡൻ, ജ്ഞാനരൂപിയായ വേദസ്വരൂപിയായ ഗരുഡൻ. ഛന്ദോമയേന ഗരുഡേന സമൂഹ്യമാനഃ ഭഗവാനോട് ആവിർഭവിച്ചു. ഗജേന്ദ്രൻ ഒരു താമര പറിച്ചെടുത്ത് ഭഗവാൻ അങ്ങോട്ട് അർപ്പിച്ചു. തം തദ്വദാർത്ഥമുപലഭ്യ ജഗന്നിവാസഃ സ്തോത്രം നിശമ്യ ദിവിജൈഃ സഹ സംസ്തുവദ്ഭിഃ ഛന്ദോമയേന ഗരുഡേന സമൂഹ്യമാനഃ ചക്രായുധോഭ്യഗമദാശു യതോ ഗജേന്ദ്രഃ സോന്തഃസരസ്യുർബലേന ഗൃഹീത ആർത്തോ ദൃഷ്ട്വാ ഗരുത്മതി ഹരിം ഖ ഉപാത്തചക്രം ഉക്ഷിപ്യ സാംബുജകരം ഗിരവാഹ കൃച്ഛ്രാത് നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് ഭഗവാന് ശരണാഗതി ചെയ്തു. സദ്ഗുരുവായിട്ടാണ് ഭഗവാനെ വിളിക്കുന്നത്. അഖില ഗുരോ ഭഗവൻ നമസ്തേ. ആദ്യം ആ മുതലയെ ഭഗവാൻ വിമുക്തനാക്കി. ഒരു ഗന്ധർവൻ ദേവലന്റെ ശാപം കൊണ്ട് മുതലയായിത്തീർന്നിരിക്കുന്നു. മുതലയ്ക്കാണ് ആദ്യം വിമുക്തി. എന്താന്ന് വെച്ചാൽ മുതല ചെയ്ത കാര്യം എന്താ? ഒരു ഭക്തന്റെ കാല് പിടിച്ചു. നമുക്കൊരു ഗതിയുമില്ലെങ്കിൽ പരമജ്ഞാനികളായ ആരുടെയും കാല് വിടാതെ ഒരു പിടി പിടിക്കാം, വിടില്ല. ഈ ഗജേന്ദ്രന്റെ പാദം അങ്ങോട്ട് പിടിച്ചു. അപ്പൊ ആദ്യം മുതലയ്ക്കാണ് വിമുക്തി. ഗജേന്ദ്രന് പൂർവജന്മത്തിൽ ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യവംശ രാജാവ് തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അഗസ്ത്യൻ വന്നു, മാനിച്ചില്ല. അഗസ്ത്യൻ കോപിക്കുന്ന ഋഷിയൊന്നുമല്ല. ഇയാൾക്ക് അല്പം മതമുണ്ട്. മതം ആനയുടെ ലക്ഷണമാണ്. അതുകൊണ്ട് അടുത്ത ജന്മം ആനയായിട്ട് ഇരുന്ന് ആ മതം ഒന്ന് കഴുകിക്കളയാന്ന് തീരുമാനിച്ചു അഗസ്ത്യൻ. അത്ര തന്നെ. അങ്ങനെ അഗസ്ത്യന്റെ അനുഗ്രഹം കൊണ്ട് ആനയായിട്ടുള്ള ആ ജന്മത്തിൽ ഭഗവത് പ്രാപ്തി ഉണ്ടായി. ഇങ്ങനെ ഗജേന്ദ്രമോക്ഷം കഥ. ഇനി 2 അധ്യായം കുറച്ച് വായിച്ചിട്ട് അമൃതമഥനത്തിലേക്ക് കടക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അടുത്തത് അമൃതമഥനം ആണ്. ഇതൊക്കെ ദേവലോകത്തിലെ കഥകളാണ്. ഒരിക്കൽ ദുർവാസാവിന് ഒരു ദിവ്യമായ ഒരു മാല കിട്ടി. ദുർവാസ മഹർഷി ആ മാല ഇപ്പൊ ആർക്കാ കൊടുക്കേണ്ടത് എന്ന് ചിന്തിച്ചു. ഇന്ദ്രന് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. ദേവലോകത്തിലേക്ക് ചെല്ലാണ്. അപ്പൊ ഇന്ദ്രൻ ആനപ്പുറത്ത് എഴുന്നേളത്താണ്. ദുർവാസാവ് വരുന്നു, ബഹുമാനിച്ചില്ല. പൂർണ്ണകുംഭം കൊടുത്തൊന്നും സ്വീകരിച്ചില്ല. അതിന് ദുർവാസാവ് ദേഷ്യപ്പെടാത്തതിന് തന്നെ നമ്മൾ ഒരു അവാർഡ് കൊടുക്കേണ്ടതാണ്. ദുർവാസാ മഹർഷി അടുത്തു വന്ന് ഹാരം കൊടുത്തു. അത് ആനപ്പുറത്ത് ഇരുന്നുകൊണ്ട് തന്നെ വാങ്ങിച്ചു. ഉടനെ കഴുത്തിൽ ഇടണം. അതിന് പകരം തലമുടി ഒന്ന് എടുത്തു കെട്ടാനായിട്ട് ആനയുടെ മസ്തകത്തിൽ വെച്ചു. ആ പുഷ്പത്തിന്റെ സുഗന്ധത്തിന് വണ്ട് മൂളിക്കൊണ്ടുവന്നു. ആന മാല വലിച്ചു ചുവട്ടിലിട്ട് ചവിട്ടി. ദുർവാസാവ് കോപം കൊണ്ട് വിറച്ചു. നിങ്ങൾക്ക് ദേവന്മാർക്കൊക്കെ അഹങ്കാരം മൂത്തിരിക്കുകയാണ്. ഞാനിതാ നിങ്ങളെയൊക്കെ ശപിക്കണം. നിശ്രീകാഹ ഭവന്തം. ഐശ്വര്യമൊക്കെ പോയി ക്ഷയിച്ച് ഒക്കെ അനീമിക്കായിട്ട് തീർന്നു എന്നാണ് ദേവന്മാർ. ബലം ക്ഷയിച്ച് ശക്തി ക്ഷയിച്ച് നടക്കാൻ വയ്യാതായി. ദുർവാസാവ് പോവുകയും ചെയ്തു. ആനപ്പുറത്തുനിന്ന് ഇന്ദ്രനെ ഇറക്കാൻ കോണി കൊണ്ടുവരേണ്ടി വന്നു. ഇറങ്ങാൻ വയ്യ. ദേവന്മാരൊക്കെ കൂടെ പോയി. ബ്രഹ്മാദി ദേവന്മാരായിട്ട് ചെന്ന് ഭഗവാനെ സ്തുതിക്കുകയാണ്. ബ്രഹ്മാവിന്റെ സ്തുതി ഭാഗവതത്തിൽ എല്ലാം കൊണ്ടും എപ്പോഴും ഗംഭീരം. ഇവിടെ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നു. അഷ്ടമസ്കന്ധത്തിലെ ഏറ്റവും പ്രധാന സ്തുതികളിൽപ്പെട്ട ഒരു സ്തുതിയാണ്. ദൈവീ വാക്കാണ്.
അദ്ഭുതമായ സ്തുതി. അതിന്റെ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, ശബ്ദമേ മതി. അവിക്രിയം സത്യമനന്തമാദ്യം ഗുഹാശയം നിഷ്കലമപ്രതർക്യം മനോഗ്രയാണം വചസാ നിരുക്തം നമാമഹേ ദേവവരം വരേണ്യം പാദൗ മഹീയം സ്വകൃതൈവ യസ്യ ചതുർവിധോ യത്ര ഹി ഭൂതസർഗഃ സ വൈ മഹാപൂരുഷ ആത്മതന്ത്രഃ പ്രസീദതാം ബ്രഹ്മ മഹാവിഭൂതിഃ അംബസ്തു യദ്രേത ഉദാരവീര്യം സിദ്ധ്യന്തി ജീവന്ത്യുത വർദ്ധമാനാഃ ലോകാസ്ത്രയോഥാഖില ലോകപാലാഃ പ്രസീദതാം ബ്രഹ്മ മഹാവിഭൂതിഃ സോമം മനോ യസ്യ സമാമനന്തി ദിവൗകസം വൈ ബലമന്ധായുഃ ഈശോ നഗാനാം പ്രജനഃ പ്രജാനാം പ്രസീദതാം നസ്സ മഹാവിഭൂതിഃ അഗ്നിർമുഖം യസ്യ തു ജാതവേദാ ജാതഃ ക്രിയാകാണ്ഡനിമിത്തജന്മ അന്തഃ സമുദ്രേ അനുപചൻ സ്വധാതൂന് പ്രസീദതാം നസ്സ മഹാവിഭൂതിഃ യച്ചക്ഷുരാസീത്തരണിർദേവയാനം ത്രീമയോ ബ്രഹ്മണ യേഷധിഷ്ണ്യം ദ്വാരം ച മുക്തേ അമൃതം ച മൃത്യുഃ പ്രസീദതാം നസ്സ മഹാവിഭൂതിഃ. ദേവതകൾ ഭഗവാനെ മഹാവിഭൂതിയായിട്ട് സ്തുതിച്ചു. പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ വിഭൂതിയാണ്. ഭഗവത്ഗീതയിൽ 10ാമത്തെ അധ്യായത്തിന് തന്നെ പേര് വിഭൂതി യോഗം എന്നാണ്. അതിൽ പ്രത്യേക ആവിർഭാവങ്ങൾ എവിടെ എവിടെ ഭഗവാന്റെ ഐശ്വര്യം അല്ലെങ്കിൽ തേജസ് അല്ലെങ്കിൽ ശക്തി പ്രകാശിക്കണോ അതിനെയൊക്കെ ഭഗവത് വിഭൂതിയായി ഉപാസനാ സൗകര്യത്തിനായിട്ട് പറഞ്ഞു. പക്ഷെ ഈ മഹാവിഭൂതി എന്ന് വെച്ചാൽ എന്താ? വിഭൂതികളെ വർണ്ണിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ വർണ്ണിച്ചു, അഹം ആത്മാ ഗുഢാകേശ സർവഭൂതാശയസ്ഥിത. ഓരോരുത്തരുടെയും അന്തർഹൃദയത്തില് ഞാൻ ഉണ്ട്, ഞാനുണ്ട്, ഞാൻ എന്ന അനുഭവരൂപത്തിൽ ഏതൊരു ബോധം പ്രകാശിക്കുന്നുണ്ടോ ആ ബോധമാണ് മഹാവിഭൂതി. ആ ബോധത്തിനെ വെച്ചുകൊണ്ടാണ് പ്രപഞ്ചം തന്നെ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ പ്രപഞ്ചത്തിനെ ആര് കാണും, അറിയും? എല്ലാ അറിവിനും അനുഭവത്തിനും അധിഷ്ഠാനമായ ഉണർവ്, ബോധം, പ്രജ്ഞ, ജ്ഞപ്തി, അവബോധം, അതിനാണ് മഹാവിഭൂതി എന്ന് പേര്. അത് തന്നെ ബ്രഹ്മം. അങ്ങനെ ബ്രഹ്മസ്വരൂപമായി പ്രസീദതാം ബ്രഹ്മ മഹാവിഭൂതി എന്ന് സ്തുതിച്ചു. ഭഗവാൻ ഇവരുടെ മുമ്പിൽ ആവിർഭവിച്ചു. വീണ്ടും ഒരു സ്തുതി. അജാതജന്മസ്ഥിതി സംയമായ ഗുണാരണിച്ഛന്ന് അജാതജന്മസ്ഥിതി സംയമായ അഗുണായ നിർവാണസുഖാർണവായ അണോരണിംനേ അപരിഗണ്യധാംനേ മഹാനുഭാവായ നമോ നമസ്തേ. ഭഗവാനെ, യാതൊരു വികാരമില്ലാത്തതും ജന്മസ്ഥിതി ലയങ്ങളില്ലാത്തതുമായ ബ്രഹ്മമായി ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ അവരുടെ മുമ്പിൽ ആവിർഭവിച്ചു. ദേവതകൾ അവരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. ഭഗവാനെ, ഇതുപോലെ ദുർവാസാവിന്റെ ശാപമായി ഞങ്ങൾക്ക് വിഷമം പിടിച്ച് നടക്കായിപ്പോ ഞങ്ങൾ എന്തു ചെയ്യും? ഞങ്ങൾക്ക് വീണ്ടും ശക്തി ഉണ്ടാവണം, ഐശ്വര്യം ഉണ്ടാവണം, ബലം ഉണ്ടാവണം, അതിനെ അനുഗ്രഹിക്കാം. ഭഗവാൻ പറഞ്ഞു, അതിനെ അമൃതപാനം ചെയ്യണം. സമുദ്രം കടഞ്ഞ് അമൃതം എടുക്കണം. സമുദ്രമഥനം ചെയ്യണമെങ്കിൽ മന്ഥരപർവ്വതത്തിനെ മത്താക്കി വെച്ച് വാസുകിയെ കയറാക്കി ചെയ്ത് നിങ്ങൾ കടയുക. ദേവന്മാരുടെ മുഖമൊക്കെ മങ്ങി. എന്താന്ന് വെച്ചാൽ കടയാൻ ബലം വേണ്ടേ? ഞങ്ങളൊക്കെ ഇപ്പൊ വീട്ടിൽ മിക്സി വാങ്ങിച്ചു. തൈര് കടയിലെ പതിവില്ല, എന്നിട്ട് വേണ്ട ഇപ്പൊ സമുദ്രം കടയാൻ. ഞങ്ങൾ എങ്ങനെ കടയും? സമുദ്രത്തിനെ എങ്ങനെ മഥനം ചെയ്യും? ഞങ്ങളെ കൊണ്ട് വയ്യ എന്ന് അസുരന്മാരെ സഹായത്തിന് വിളിച്ചോളൂ. അവരിപ്പോ വിളിച്ചാ വരുമോ ഭഗവാനെ? ഞങ്ങളെ അവരോട് ശണ്ട കൂടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ അമൃതം കുടിക്കണത്. അവർ നിശ്ചയമായിട്ടും വരും. നിങ്ങൾക്ക് അമൃതം കിട്ടുന്നത് അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തട്ടിയെടുക്കാനെങ്കിലും ഉദ്ദേശിച്ച് വരും. അതുകൊണ്ട് വിളിക്കാന്ന് പറഞ്ഞു. ദേവന്മാര് ഒരു അസുരന്മാർക്ക് മഹാബലി ലെറ്റർ അയച്ചു. മഹാബലിക്ക്, ഞങ്ങൾ ഇതുപോലെ അമൃത സമുദ്രമഥനം ചെയ്ത് അമൃതം എടുക്കാൻ പോകുന്നു, ഞങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങൾ വരുമോ? പിന്നെ നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ ഞങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത്? ഒരേ അച്ഛന്റെ മക്കളല്ലേ നമ്മളൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങളല്ലേ സഹായിക്കേണ്ടത്.
അവർ പുറപ്പെട്ടു വന്നു. പർവ്വതത്തിനെ കൊണ്ടുവരുമ്പോ വഴിയിൽ വീണു. അതും ഭഗവാൻ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു സമുദ്രത്തിൽ. ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. ഭഗവാൻ ഒരു വശത്ത് നിന്ന് ഇവരുടെ കൂടെ കടയാണ്. കടയാൻ പുറപ്പെടുമ്പോ ഒരു പ്രശ്നം. പാമ്പ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാവ് പുറത്തേക്ക് വി ആയിട്ട് പുറത്തേക്ക് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദേവന്മാർക്ക് വയ്യ, നല്ലവണ്ണൊന്ന് കാറ്റടിച്ചാൽ അവർ പോകും. അപ്പൊ അതാണ് സ്ഥിതി. ഇപ്പൊ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ വിഷം ചീറ്റണു പുറത്തേക്ക്, നമ്മളെങ്ങനെ നിൽക്കും? അസുരന്മാരോട് നേരെ ചൊവ്വേ പറഞ്ഞാൽ അവർ കേൾക്കില്ല. നിങ്ങൾ തലഭാഗം പിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവർ ആലോചിക്കും, എന്തിനാ അങ്ങനെ പിടിക്കാൻ പറയണതെന്ന് ആലോചിക്കും. അതുകൊണ്ട് ഭഗവാൻ ആദ്യം തന്നെ തലഭാഗത്ത് പോയി പിടിച്ച് അസുരന്മാരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങളെ ആ വാൽഭാഗം പിടിച്ചോളൂ. വേല കയ്യിലിരിക്കട്ടെ. ഞങ്ങളെ കശ്യപ പ്രജാപതിയുടെ മക്കളാണ്, എത്ര ഉയർന്ന കുലത്തിൽ ജനിച്ചവര്, എത്ര പഠിച്ചവര്, സ്വാധ്യായശ്രുത സമ്പന്നാഹ പ്രഖ്യാതാഹ ജന്മകർമ്മഭിഹി. നാട്ടിലൊക്കെ ചോദിച്ചു നോക്കൂ, ഞങ്ങളുടെ കുലം എന്താണ്, ഞങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ്. അഹേ പുച്ഛം അമംഗളം, ഈ പാമ്പിന്റെ വാല് അമംഗളമായ സ്ഥാനം പിടിക്കാൻ അപമാനിക്കാനാണ് ഞങ്ങൾ വിളിക്കും. ഞങ്ങൾ വരില്ല, തലഭാഗം പിടിക്കാൻ തരികയാണെങ്കിൽ വരാം, എന്നാ പിടിച്ചോളൂ. തലഭാഗം അവർക്ക് പിടിക്കാൻ കൊടുത്തു. ദേവന്മാര് വാലുഭാഗം പിടിച്ചു, കടയാൻ തുടങ്ങി. കടയുമ്പോ മത്ത് നടുവിൽ പർവ്വതമാണ്, പാമ്പാണ് കടയാൻ. അങ്ങനെ കടയാൻ തുടങ്ങിയതോടുകൂടെ വിലോക്യ വിഘ്നേശ വിധിം തദേശ്വരോ, ഉള്ളിൽ ഒരു തടസ്സം. കടയുമ്പോ മഥനം ചെയ്യുമ്പോ ഒരു തടസ്സം. എന്താ തടസ്സം? ആദ്യം പാമ്പിനെ നോക്കി എവിടെയെങ്കിലും ചെടുക്ക് വീണുണ്ടോ നോക്കി. മത്ത് കടയുമ്പോ അങ്ങനെയാണ്, കയറിൽ എവിടെയെങ്കിലും ചെടുക്ക് വീണ അങ്ങോട്ട് ഉടക്കും. പാമ്പ് നല്ല വഴുവഴുന്നുണ്ട്, അത് കടയാൻ നല്ല സുഖമാണ്. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ പർവ്വതം ചുവട്ടിൽ പോകുന്നു, ഒരു സ്ഥാനത്തിൽ നിൽക്കുന്നില്ല. അത് എന്തോ വിഘ്നം. ആ വിഘ്നത്തിനാണ് വിഘ്നേശവിധി എന്ന് പറയുന്നത്. ഗണപതിയുടെ ഒരു സ്വഭാവം. അദ്ദേഹത്തിന് കുഴക്കട്ട ഉണ്ടാക്കാതെ പണി തുടങ്ങിയാൽ സമ്മതിക്കില്ല എന്നാണ്. മഹാവിഷ്ണുവിനോട് പറഞ്ഞു, ശിവൻ തന്നെ അച്ഛൻ തന്നെ ഇല്ല എനിക്ക് തന്നിട്ടാണ് തുടങ്ങാൻ, നിങ്ങളിപ്പോ അമ്മാവനിങ്ങനെ തുടങ്ങിയാലോ. വിലോക്യ വിഘ്നേശവിധിം, എന്തോ വിഘ്നം. എന്താ വിഘ്നം എന്ന് വെച്ചാൽ, പർവ്വതത്തിന് നിൽക്കാൻ ഒരു സ്ഥലമില്ല, അതെങ്ങനെ താണു പോണം. ഭഗവാൻ അവിധതാഭിസന്ധി, വിധതം എന്ന് വെച്ചാൽ കള്ളം, അഭിസന്ധി എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ്, ബന്ധം, ലോകത്തിലുള്ള ബന്ധം, ആശ്രയം. ലോകത്തിൽ നമുക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ആശ്രയം, ഭർത്താവിന് ഭാര്യയോടുള്ള ആശ്രയം, അച്ഛന് അമ്മയോടുള്ള ആശ്രയം, അമ്മയ്ക്ക് അച്ഛനോടുള്ള ആശ്രയം, മക്കളോടുള്ള ആശ്രയം, എല്ലാം വിധതാഭിസന്ധിയാണ്. ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ഈ ആശ്രയം ഒന്നും ചിലപ്പോ ഇതപ്പോ ഗജേന്ദ്രന്റെ കഥ പോലെ ആവശ്യത്തിന് ഒന്നും പ്രയോജനപ്പെടില്ല. ഒക്കെ ഉണ്ടാവും അവിടെ, അവർ വിചാരിച്ചാലും അവർക്ക് നമ്മളെ സഹായിക്കാനും ഒക്കില്ല. കാരണം എന്താ? വിധതാഭിസന്ധിയ. എല്ലാ ലോകത്തിലെ ബന്ധപ്പെട്ട് ഇരിക്കും இல்லையா? அந்த பந்தம் எதையுமே நம்ப முடியாது. நமக்கு எப்ப ஒத்தாசை வேணுமோ, எப்ப சகாயம் வேணுமோ அப்ப யாருமே இருக்க மாட்டான். அதான் இப்ப கஜேந்திரன் கதையில பார்த்தோம். ஆனா பகவானுக்கு அவிததாபிசந்தி அப்படின்னு ஒரு அட்ஜெக்டிவ் போடுறார். ஏன் அவிததாபிசந்தினா, அவர்கிட்ட இருக்கிற பந்தம், அவர்கிட்ட இருக்கிற ஆசிரியம் மாத்திரம் ஏமாத்தவே ஏமாத்தாது, எப்போ அது கூட இருந்துட்டே இருக்கும். விலோக்கிய விக்னேஷ விதிம் ததேஸ்வரோ துரந்த வீர்யோ அவிததாபிசந்தி கிருத்வா வபுஹு காட்சபமத்புதம் மகத் பிரவிஷ்யதோயம் கிரிம் உஜ்ஜஹாரா. ഭഗവാൻ കൂർമാവതാരം എടുത്ത് കൂർമ്മമായി സമുദ്രത്തിൽ പ്രവേശിച്ച് പർവ്വതത്തിനെ തന്റെ പുറത്ത് പൃഷ്ഠത്തിൽ വഹിച്ചു. മഥനം തുടങ്ങി, വീണ്ടും കടന്നു തുടങ്ങി. കടയുമ്പോ ആദ്യം തന്നെ അമൃതം വന്നില്ല, ഹാലാഹല വിഷം, സർപ്പത്തിന്റെ വിഷമുണ്ട്. സമുദ്രം കടയുമ്പോ അതിനകത്തുനിന്ന് പൊന്തുന്ന ഒരു വിഷം, ഭയങ്കരമായ വിഷം. വിഷം പൊന്തി വരുന്നത് കണ്ടതോടുകൂടെ ദേവന്മാരൊക്കെ കൂടെ ഇടം വല ഓടി. ഈ വിഷം കണ്ട് ഭയന്ന് സർവാമരാതിഭയതഹാക്ഷേള, ആ ഭയങ്കര വിഷം കണ്ട് തദുഗ്രവേഗം ദിശിതിശുപര്യതോ വിസർപ്പദുത്സർപ്പദസഹ്യമപ്രതി
ഭീതാഃ പ്രജാദുദ്രുവുരംഗസേശ്വരാः അരക്ഷ്യമാണാः ശരണം സദാശിവം. ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവന ത്രാഹിനഃ ശരണാപന്നാൻ ത്രൈലോക്യദഹനാദ്വിഷാത്. ത്വം ബ്രഹ്മ പരമം ഗുഹ്യം സദസദ്ഭാവഭാവനഃ നാനാശക്തിഭിരാഭാതഃ ത്വം ആത്മാ ജഗദീശ്വരഃ. ത്വം ശബ്ദയോനിഃ ജഗദാദിരാത്മാ പ്രാണേന്ദ്രിയദ്രവ്യഗുണസ്വഭാവഃ കാലഃ ക്രതുഃ സത്യം ഋതം ച ധർമ്മഃ ത്വയി അക്ഷരം യത്രിവൃദാമനന്തി. സദാശിവനെ സ്തുതിച്ചു. ഹേ പ്രഭു പരമേശ്വര, ഈ വിഷത്തിൽ നിന്ന് രക്ഷിക്കണം. ഭഗവാൻ ദേവിയോട് ചോദിച്ചു, എന്താ വേണ്ട? ഈശ്വരന്റെ മഹിമ അറിയുന്നതുകൊണ്ട് ഭഗവാന്റെ കരുണാശക്തിയാണ് ദേവി. അംബിക പറഞ്ഞു, അവിടുന്ന് അല്ലാതെ വേറെ ആരാ രക്ഷിക്കേണ്ടത്? ലോകത്തിനെ രക്ഷിക്കണം, ഈ വിഷത്തിനെ കയ്യിലെടുക്കാം. ക്ഷേണഃ കഥം വാ ത്വയാ ദൃഷ്ടഃ കിം ന കരേധൃതഃ കിം പക്വ ജംബൂഫലം ജിഹ്വായാം നിഹിതശ്ച സിദ്ധകുടികാ വാ കിം കണ്ഠദേശേ വൃതഃ കിം തേ നീലമണിർവിഭൂഷണമയം ശംഭോ മഹാത്മൻ വദ. ആ വിഷത്തിനെ കാണാൻ വയ്യാതെ ദേവന്മാരോടി ആചാര്യസ്വാമി ചോദിക്കുക, കഥം വാ ദൃഷ്ടഃ, എങ്ങനെയാ അവിടുന്ന് കണ്ടത്? കരേധൃതഃ എന്നാണ്, കയ്യിൽ ഇങ്ങനെ എടുത്തപ്പോ ആ കൈക്കുമ്പിള്ള അതിങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് കണ്ടത്. കിംപക്വ ജംബൂഫലം, നല്ല പഴുത്ത ഞാവൽപ്പഴമാണോ എന്നാണ് ആ വിഷം കയ്യിൽ വെച്ചിരിക്കുമ്പോ. കിംപക്വ ജംബൂഫലം ജിഹ്വായാം നിഹിതശ്ച, വായിലേക്ക് അങ്ങോട്ട് ഇട്ടപ്പോ സിദ്ധകുടികാവാ, ഏതോ സിദ്ധന്മാർ ചില ടാബ്ലറ്റൊക്കെ കഴിക്കും, അതുപോലെ ഈ സിദ്ധന്മാർ കഴിക്കണ വല്ല ഗുളിക, സിദ്ധകുടികാവാ കണ്ഠദേശേ ഭൃത, കണ്ഠത്തിൽ നിർത്തി. കിം തേ നീലമണിർ വിഭൂഷണമയം, എന്തോ ഒരു നീലരത്നം ശംഭോ മഹാത്മൻ വദ. അങ്ങനെ ഭഗവാന് ത്യാഗരാജൻ എന്ന് പേര് വരാൻ കാരണം അതാണ്. ഭോഗസാമഗ്രികളെയൊക്കെ വിട്ട് ജഗത്തിന് ഹിതം ചെയ്യാനായി ആ പരമോപകാരം ചെയ്തു. നാലം വാ പരമോപകാരകമിതം തു ഏകം പശൂനാം പതേ പശ്യൻ കുക്ഷിഗതാൻ ചരാചരഗണാൻ ബാഹ്യസ്ഥിതാൻ രക്ഷിതും സർവാമർത്യ പലായനൌഷധമതി ജ്വാലാകരം ഭീകരം നിക്ഷിപ്തം ഗരളം ഗളേന ഗളിതം നോദ്ഗീർണമേവ ത്വയാ. വിഷം ഉള്ളിലേക്ക് വിട്ടാൽ ഉള്ളിലുള്ള ലോകങ്ങളൊപ്പം ആപത്ത്, പുറത്തു വിട്ടാൽ പുറത്ത് ആപത്ത്. ചില അനുഭവങ്ങളൊക്കെ അങ്ങനെയാണ്. പുറത്ത് പറയാൻ കൊള്ളില്ല, തന്റെ ഉള്ളിലും എടുക്കാൻ പാടില്ല. ഉള്ളിലെടുത്താൽ തന്നെ മനസ്സിനെ ബാധിക്കും, പുറത്തു പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപദ്രവം. കണ്ഠത്തിൽ നിർത്തിക്കൊള്ളണം എന്നാണ്. കണ്ഠേ നിയച്ഛതി. ഒരു കുടുംബനാഥനായ ആൾക്ക് കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വരും. പുറത്തു പറഞ്ഞാൽ ദൂഷ്യം, തന്റെ മനസ്സിലെടുത്താൽ തനിക്ക് ആരോഗ്യത്തിനും മനസ്സിനും വിഷമം. അതുകൊണ്ട് തന്റെ ഉള്ളിലും എടുക്കാൻ പാടില്ല, പുറത്തും വിടാൻ പാടില്ല, കണ്ഠത്തിൽ നിർത്തണം അത്രേ. ശിവൻ ആ വിഷം കണ്ഠത്തോടെ നിർത്തി. അത് കഴിഞ്ഞ് വീണ്ടും മഥനം ചെയ്തു തുടങ്ങി. അപ്പോ ഓരോന്നായിട്ട് പൊന്തി. കുതിര, ആന, ചന്ദ്രൻ, സോമരസം, ഔഷധങ്ങള്, അപ്സര സ്ത്രീകള്, പലതും അങ്ങോട്ട് പൊന്തി. ഇതൊക്കെ ദേവന്മാരെ അസുരന്മാരെ ആള് വീതം ഓരോ ലോറി കൊണ്ടുവന്നുണ്ട്. എല്ലാം കയറ്റാണ്. ദേവലോകത്തിലേക്ക് അസുരലോകത്തിലേക്കും പോകും. മഹാലക്ഷ്മി വന്നു. ലക്ഷ്മി എല്ലാരെയും നോക്കി. സമ്പൂർണനായ ഒരാളെ വരണമാല അണിയിക്കണം. നാരായണന്റെ കഴുത്തില് വരണമാല അണിയിച്ചു. അങ്ങനെ ലക്ഷ്മി സ്വയംവരം. അതും കഴിഞ്ഞപ്പോ അമൃതാപൂർണ കലശം ബിഭ്രദ്വലയഭൂഷിത സവൈ ഭഗവത സാക്ഷാത് വിഷ്ണോ അംശാംശസംഭവ ധന്വന്തരിരിഖ്യാത ആയുർവേദൃഗിജ്യഭാഗ്. ആയുർവേദ ദ്രഷ്ടാവായ ധന്വന്തരി മൂർത്തി കയ്യിൽ അമൃത കലശവുമായി സമുദ്രത്തിൽ നിന്ന് പുറത്തു വന്നു. ഉടനെ അസുരന്മാരും ദേവന്മാരും ഒക്കെ വളഞ്ഞു. പക്ഷെ ദേവന്മാരെ എവിടെ പോവാം? തിരക്ക് അല്ലേ? നമുക്ക് ആരോഗ്യം പോരെങ്കിൽ രണ്ടാമത്തെ പന്തിയേ ഉള്ളൂ. അപ്പൊ ചിലപ്പോ പായസം കിട്ടില്ല, ചിലപ്പോ അതിലൊന്നും ഉണ്ടാവില്ല, നിവൃത്തിയില്ല. ദേവന്മാര് പാവുമ്പോ ആരോഗ്യമില്ല, ബാക്കിൽ നിൽക്കുകയാണ്. അങ്ങനെ ആരോഗ്യമുള്ളവരൊക്കെ മുമ്പ് കയറി വട്ടത്തിൽ നിന്നു. ചിലപ്പോ പ്രസാദം കൊണ്ടുവരുമ്പോ അങ്ങനെയാണ്. പ്രസാദമൊക്കെ കൊണ്ടുവരും, കുറെ ആളുകൾ വളയും. നമ്മള് തിരക്ക് കൂട്ടണ്ട എന്ന് പറഞ്ഞ് സാത്വികമായിട്ട് പിന്നാലെ നിന്നു കുറച്ചു നേരം കഴിയുമ്പോ പാത്രവും കാണില്ല, കൊണ്ടുവന്ന ആളെയും കാണില്ല, ഒന്നും കാണില്ല, എല്ലാം പോയി.
ഇതിപ്പോ ദേവന്മാരിപ്പോ സാത്വികമായിട്ട് നിന്നതൊന്നുമല്ല, അത് നല്ല കൊഴുമുഴുന്നുണ്ട് ഓരോന്നും. ഇതിപ്പോ ആ പടം നടക്കാനേ ശക്തിയില്ല. ആ ക്യൂലൊക്കെ നിന്ന് അറിയാം നിങ്ങൾക്ക്. അമ്പലത്തില് ചിലരുടെ ഇടി കൊണ്ടാല് സപ്തനാടികളും തളരും. അപ്പൊ ദേവന്മാരെ ഭംഗിയായിട്ട് പുറകെ നിന്നതാണ്. കുറച്ചു കഴിഞ്ഞപ്പോ അമൃതവും കലശവും ഒക്കെ കൂടെ പൊക്കിക്കൊണ്ടുപോയി. അസുരന്മാരെ അതും കൊണ്ടുപോയി. ദേവതകൾ ഇപ്പൊ വിഷമിച്ച് തലയും ചോർന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുക. ചെയ്തതൊക്കെ വ്യർത്ഥമായി. അസുരാൾ അമൃതത്തെ അപഹരിച്ചിട്ട് പോയിട്ടാ பகவான்கிட்ட பார்த்து அழறா. பகவான் சொன்னார், நீ ஏமாத்தினியலையோ நான் திருப்பி உனக்கு ஏமாத்தல் தான். சடே சாட்சியம் சமாச்சரேது. இவா இந்த அமிர்த கலசத்தை எடுத்துன்னு போறா. எங்கேயோ அப்படி போற வழியில ஒரு இடத்துல உட்கார்ந்து சண்டை போட்டுக்க ஆரம்பிச்சுட்டா. எனக்கு முதல்ல உனக்கு முதல்ல. അമൃതം കൊണ്ടുപോയി എന്നല്ലാതെ കഴിക്കാനുള്ളതിനും ഒരു യോഗം വേണമല്ലോ. അത് ബഹളമായി. ആ സമയത്താണ് ഒരു ശബ്ദം, പാദസരത്തിന്റെ ശബ്ദം. ഓരോരുത്തരായി തിരിഞ്ഞു നോക്കി. ആരാടാ നോക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു ഒരു അസുരൻ. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ പോകുമ്പോഴേക്കും ഇതിൽ കൈവെക്കരുത്, അമൃതപാത്രത്തിലാണ്. നീ പോ എന്നാണ്. ശരി, ഒരാള് പോയി. പുറത്ത് എത്തി നോക്കിയപ്പോ അയാൾ അവിടെ തല പുറത്തേക്കേ എടുക്കണില്ല, നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്താടാ ആവശ്യം? ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ എന്തോ നോക്കണു. ഒരാൾ അമൃത കലശത്തിനെ മറന്നു പുറകെ പോയി. അയാളും തലയിട്ടു. അയാളും തിരിച്ചിങ്ങോട്ട് നോക്കണില്ല, അമൃതത്തിനെ മറന്നു. പോയവര് പോയി. അവിടെ പോയി നിന്ന് നോക്കണു. ഭഗവാൻ സർവപേരെയും ആകർഷിക്കുന്ന മോഹിനി രൂപത്തിൽ വന്നിരിക്കുകയാണ്. ഇവര് അമൃതമൊക്കെ മറന്നു, പുറകെ നടന്നു. ചോദിച്ചു, സുന്ദരി നീ ആരാണ്? ഭഗവാൻ തിരിഞ്ഞു നോക്കി. നിങ്ങൾ ആരാ? ഞങ്ങളോ? കശ്യപദായാദാഹ, കശ്യപ പ്രജാപതിന്റെ മക്കളെ. സ്വാധ്യായ ശ്രുതസമ്പന്നാഹ, നല്ലവണ്ണം പഠിച്ചവരാണ്, നല്ല പഠിപ്പും അറിവും ഒക്കെ ഉള്ളവരാണ്. പ്രഖ്യാതാഹ ജന്മകർമ്മഭിഹി, വലിയ കുലം ഞങ്ങളുടെ കർമ്മമൊക്കെ ലോകത്തിൽ എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ സ്റ്റാറ്റസ് പൊസിഷൻ എവിടെ ചോദിച്ചാലും അറിയാം എന്നൊക്കെ പറഞ്ഞ് പുറകെ കൂടി. ഞങ്ങൾക്ക് നീ തന്നെ അമൃതം വീതിച്ചു തരണം. ഭഗവാൻ പറഞ്ഞു, അയ്യേ, കശ്യപ പ്രജാപതിയുടെ മക്കളായി നിങ്ങൾ എന്നെ വിശ്വസിക്കണമല്ലോ. ഞാനൊരു പുംശലി, ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്. എന്നാ ശരി, എന്നാ വരിയായിട്ടിരിക്കും. പക്ഷെ ഞാൻ പറയുന്ന പോലെ ദേവന്മാർക്കും കൊടുക്കണമെന്നായി. ദേവന്മാരെ ഒരു വശത്തിരുത്തി, അസുരന്മാരെ ഒരു വശത്തിരുത്തി. ഭഗവാൻ അമൃത കുംഭം കയ്യിൽ പിടിച്ചു. സുദർശന ചക്രം ഉണ്ടല്ലോ, സുദർശന ചക്രം തന്നെയാണ് കയ്യില്. സ്പൂൺ, അത് സ്പൂണായിട്ട് മാറി അതിലിങ്ങനെ അമൃതം എടുക്കും. ഈ വശത്ത് അസുരന്മാരാണെങ്കിൽ ഈ വശത്ത് ദേവന്മാർ. ദേഹത്തിന് നോക്കി ഇങ്ങനെ ഒന്ന് ചിരിക്കും. ചിരിച്ച ഉടനെ അവന് ലോകമേ മറന്നുപോയി. കുറച്ചു നേരത്തേക്ക് അങ്ങനെ ഒരു സമാധി സ്ഥിതിയാണ്. ഈ അമൃതം അങ്ങനെ എടുത്തിട്ട് ഇവിടെ അങ്ങനെ ഒഴിക്കും. ഒഴിച്ചു കഴിഞ്ഞിട്ട് കാലിയായ ആ കുഴിയല് ഇങ്ങനെ കാണിച്ചാൽ ഇവനെടുത്തു കഴിക്കുക. അവന് അമൃതം കിട്ടിയെന്നാണ് ഭാവം. ഇത് ഇങ്ങനെ അങ്ങോട്ട് പോയി ഇതിന്റെ ഇടയിൽ അവിടെ ഇരിക്കുന്ന ഒരുത്തൻ ഇവിടെ വന്നിരുന്നു. പന്തി മാറിയിരിക്കുക എന്നൊരു സമ്പ്രദായം. പന്തി മാറി ഇങ്ങോട്ട് ഇരുന്നു. എന്നാ ഇരുന്ന ആരും കാണാത്ത സ്ഥലത്തിരിക്കണം, എന്നാ കുഴപ്പമില്ല. ആരും കാണാത്ത സ്ഥലത്ത് ഇരിക്കുന്നതിന് പകരം ഒരു കോണിപ്പടിയുടെ ചുവട്ടിൽ പോയി ഇരുന്നാൽ അറിയില്ല. ഇത് ഒരു വശത്ത് സൂര്യൻ, ഒരു വശത്ത് ചന്ദ്രൻ, രണ്ട് ലൈറ്റിന്റെ നടുവിൽ പോയിടും. ഭഗവാനോ അവിടെ വന്നതും അമൃതം ഇലയിൽ ഒഴിച്ചു കഴിഞ്ഞു, ഇവനെടുത്ത് നക്കും കഴിഞ്ഞു. അപ്പൊ സൂര്യചന്ദ്രന്മാരുണ്ടല്ലോ, അവൻ മറ്റേവൻ ഇവിടെ ഇരിക്കണു എന്ന് പറഞ്ഞു. ഭഗവാനോടത്ത് പറഞ്ഞു, കണ്ണുകൊണ്ട് കാണിച്ചു, മറ്റേവൻ ഇവിടെ ഇരിക്കണു. അമൃതം ഉള്ളിൽ പോയത് ഭഗവാൻ കയ്യിലിരിക്കണ സ്പൂണ് തന്നെ സുദർശന ചക്രം കഴുത്തിലൊരു വെട്ടും. തലയെ അങ്ങോട്ട് പൊന്തുമ്പോ സൂര്യനൊരു നോട്ടം, ചന്ദ്രനൊരു നോട്ടം. നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടത് വെച്ചിട്ടുണ്ട്. സൂര്യനും അതാണത്ര രാഹു. അപ്പൊ സൂര്യനെയും ചന്ദ്രനെയും അപഹരിക്കാനായിട്ട് വരികയാണ് ഗ്രഹം. നിങ്ങളെ രാഹുഗ്രസ്ത ദിവാകരേന്ദു സദൃശ. അങ്ങനെ അമൃതത്തിനെ തിരിച്ചെടുത്തു കൊടുത്തു ഭഗവാൻ. ഇത് കഥ. ഇത് മുഴുവൻ യോഗസാധനയാണ്. മഥനം എന്ന് വെച്ചാൽ യോഗമാണ്, യോഗാഭ്യാസമാണ്. ശിവാനന്ദ ലഹരിയിൽ ഈ സമുദ്രമഥനത്തിന് മുഴുവൻ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ആംനായാംബുദിമാദരേണ സുമനഃസംഘാഹം
സമുദ്യൻ മനോമന്ഥാനം ദൃഢഭക്തിരജ്ജുസഹിതം കൃത്വാ മഥിത്വാ തതഃ സോമം കൽപ്പതരും സുപർവസുരഭിം ചിന്താമണിം ധീമതാം നിത്യാനന്ദസുധാം നിരന്തര രമാസൗഭാഗ്യമാതൻവത്തെ. ആമ്നായമാവുന്ന സമുദ്രത്തിനെ കടയുന്നു എന്ന് വേദാന്തപരമായിട്ട് പറഞ്ഞു. ഉപനിഷത്താവുന്ന സമുദ്രത്തിനെയാണ് കടഞ്ഞത് എന്നാണ്. യോഗസാധനയിൽ ഒരു മഥനം നടക്കും, നാഡീമഥനം. അനുഭൂതിയുടെ മുഴുവൻ സെന്റർ, നമ്മളുടെ സകല അനുഭവത്തിനും ഒരു കേന്ദ്രമുണ്ട്. നമ്മൾക്ക് എല്ലാ അനുഭവവും ഏത് കേന്ദ്രത്തിലാണ് ഉണ്ടാവുന്നത്? സംശയം എന്താ? ഞാൻ എന്നുള്ള കേന്ദ്രത്തിൽ അല്ലേ? എനിക്കാണ് എല്ലാ അനുഭവവും, കുടുംബ കാര്യങ്ങളും ഒക്കെ. ആ കേന്ദ്രസ്ഥാനത്തിലുള്ള അഹങ്കാര വൃത്തി, ആ വൃത്തി തന്നെയാണ് ഇവിടെ പർവ്വതം. ഇത് തന്നെയാണ് സെന്റർ കടയിലിന്. അതിനെ പിടിച്ച് അതില് അനേക ശിരസ്സുള്ള ഒരു പാമ്പ് അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. സത്വരജസ്തമോ ഗുണങ്ങളോടുകൂടിയുള്ള മനസ്സ്. അതിട്ട് ദൈവീ സമ്പത്തും ആസുരീ സമ്പത്തും രണ്ടു വശത്തു നിന്ന് കടയാണ്. ഭഗവാന്റെ സഹായത്തോടുകൂടെ, എന്നുവെച്ചാൽ ആശ്രയം അവിടെയാണ്. മാമാശ്രിത്യ യതന്തി, ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടാണ് യത്നം, ഈ യോഗസാധന. അങ്ങനെ സാധന ആരംഭിക്കുമ്പോ ആരംഭത്തിൽ തന്നെ ഒന്നും ആത്മാനുഭവം ഉണ്ടാവില്ല. ആദ്യത്തെ തടസ്സം അഹങ്കാരം വഴങ്ങിത്തരാതെ പല വേഷം കെട്ടി അടിയിലടിയിൽ പോകും, പിടികിട്ടാതെ പോകും. അഹങ്കാരം വഴങ്ങിത്തരാതെ, നമ്മൾക്ക് പിടിതരാതെ, ആത്മവിചാരത്തിന് വഴങ്ങിത്തരാതെ പോകും. അങ്ങനെ പോവാൻ കാരണം എന്താ? ഇന്ദ്രിയ നിഗ്രഹമില്ല എന്നാണ്. ഇന്ദ്രിയ നിഗ്രഹം ഇല്ലാത്തതുകൊണ്ട് ഊർജം ഇന്ദ്രിയങ്ങളിലൂടെ പോകുമ്പോ സത്വഗുണം ഉണ്ടാവണില്ല. സത്വഗുണം ഇല്ലാതാവുമ്പോ ജ്ഞാനത്തിന് പക്വതയില്ല, സൂക്ഷ്മബുദ്ധി ഉണ്ടാവില്ല. രജസ്തമസുകൾ കൊണ്ട് ബാധിച്ച് മനസ്സ് ജഡമായിട്ട് നിൽക്കും. അപ്പൊ എന്ത് വേണം? സത്വഗുണത്തിനെ വളർത്തി ഇന്ദ്രിയ നിഗ്രഹത്തിനെ ഉണ്ടാക്കണം. ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ പ്രതീതിയാണ് ആമ. എന്തെങ്കിലും ബാഹ്യ വിഷയങ്ങൾ വരുമ്പോ തലയും കാലും കൈയും ഒക്കെ ഉള്ളിലേക്ക് വലിക്കും ആമ. അതുപോലെ പുറമേ നിന്നും വിഷയങ്ങളുടെ ആക്രമണം വരുമ്പോ ഇന്ദ്രിയങ്ങളെയൊക്കെ അന്തർമുഖമായി വലിക്കുന്നവൻ. കൂർമോ അംഗാനീവ സർവശഃ എന്ന് ഭഗവാൻ ഗീതയിൽ കൂർമ്മത്തിനെ ഉദാഹരണമായിട്ട് പറയണം. അംഗങ്ങളെയൊക്കെ അന്തർമുഖമാക്കുന്നതാണ് ആമ. അങ്ങനെ ഇന്ദ്രിയ നിഗ്രഹം ചെയ്യുന്നതിന് പ്രതീകമാണ് ഈ ആമ. അതുകൊണ്ട് പതുക്കെ പതുക്കെ ഇത് അനങ്ങാതെ യോഗസാധനയിൽ ഒരു നിഷ്ഠ, ഗ്രൗണ്ട്, അലബ്ധ ഭൂമികാത്വം എന്ന് യോഗികൾ പറയും. ഭൂമിക കിട്ടുന്നില്ല, ആ ഭൂമിക കിട്ടും. ഭൂമിക കിട്ടിക്കഴിഞ്ഞാല് അടുത്തപടി ഈ മഥനം തുടങ്ങി. മഥനം തുടങ്ങുമ്പോ ഉള്ളിലുള്ള ദുർവാസനകളൊക്കെ പൊന്തും. അതാണ് ഈ വിഷം. പലർക്കും ഞങ്ങൾ ധ്യാനം ചെയ്യുന്നതിന് മുമ്പൊക്കെ നന്നായിരുന്നു, ഇപ്പൊ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പൊ അപകടം പിടിച്ചത്. വേണ്ടാത്തൊക്കെ തോന്നുന്നു ഉള്ളിലാണ്. ഇത്രകാലം ചിന്തിക്കാത്ത വിഷയങ്ങളൊക്കെ ചിന്തയിൽ വരുന്നു, പലതും ഭയങ്കരമായി പൊന്തി വരുന്നു. അങ്ങനെ വരുമ്പോ എന്താ? ആരെയാ ശരണാഗതി? അങ്ങനെയൊരു വരുമ്പോ ചിലപ്പോ സാധകന്മാർ പേടിച്ചു പോകും. സദ്ഗുരുവിന് ശരണാഗതി. അത് മുഴുവൻ ഗുരു തന്നിലേക്ക് എടുക്കും. പക്ഷെ ഗുരുവിനും അത് ബാധിക്കുന്നുണ്ട്. കണ്ഠത്തില് ശിവന് നീല നിറത്തിൽ നിന്നു. രാമകൃഷ്ണ പരമഹംസർക്ക് ക്യാൻസർ വന്നില്ലേ കണ്ഠത്തില്? രമണ മഹർഷിക്ക് കയ്യിൽ വന്നില്ലേ? ഇതൊക്കെ ശിഷ്യന്മാര് ഭക്തന്മാര് കൊണ്ട് തള്ളണതാണ്. അത് കഴിഞ്ഞ് കടഞ്ഞ് മഥനം ചെയ്ത് തുടങ്ങുമ്പോ അനേകവിധ ആകർഷക വസ്തുക്കൾ, കുതിര, ആന, ചന്ദ്രൻ, ഔഷധങ്ങൾ എല്ലാം, അതായത് യോഗസാധനയിൽ മുന്നേറും തോറും ആഗ്രഹങ്ങളൊക്കെ നടക്കും. കൽപ്പകവൃക്ഷം ആഗ്രഹമൊക്കെ നടത്തുന്ന വൃക്ഷമാണല്ലോ. ആഗ്രഹങ്ങളൊക്കെ നടക്കും. ചിലർക്ക് കുറച്ച് കുറച്ച് ചിത്തശുദ്ധി വരുമ്പോ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുന്നതായിട്ട് കാണും. അതിലും വീണുപോകരുതെന്നാണ്. ആഗ്രഹിക്കാതിരിക്കണം, അതാണ് വേണ്ടത്. അല്ലാതെ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമ്പോ അതൊരു ട്രാപ്പാണ്, അതിൽ വീണുപോകും. പല വസ്തുക്കളും കിട്ടും. കുതിരയും ആനയും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. കുതിര ആനയെന്ന് വെച്ചാൽ എന്താ? വാഹനങ്ങളൊക്കെ വേണമെങ്കിൽ കിട്ടും. ഒക്കെ മുമ്പിൽ വന്ന് നിൽക്കും. ഗൃഹസ്ഥനെ പോലെ സന്യാസിമാർക്ക് ബുദ്ധിമുട്ടില്ല. ആഗ്രഹിച്ച ആരെങ്കിലും സ്വാമിക്ക് ഒരു കാറ് വെച്ച് നമസ്കരിക്കും. എന്തു വേണമെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കും. പക്ഷെ അതിലൊന്നും വീണുപോവാതെ ഇരിക്കുകയാണെങ്കിൽ അവസാനം വരുന്ന ഒരു ആകർഷണമാണ് ലക്ഷ്മി. ലക്ഷ്മി എന്ന് വെച്ചാൽ അഷ്ടലക്ഷ്മി, അഷ്ടസിദ്ധിയാണ്. ഐശ്വര്യം, ഭഗവാനോട് ഒട്ടി നിൽക്കുന്ന ഈശ്വരത്വമാണത്. അത് മുമ്പിൽ വരും. അതിനെയും തന്നോട് എടുക്കരുത്, അതും ഭഗവാന്റെ കഴുത്തിലേക്ക് തന്നെ അർപ്പിക്കാം. അങ്ങനെ ഭഗവാന് തന്നെ കൊടുത്തു കഴിയുമ്പോ അവസാനം അമൃതം പൊത്തും. ആ അമൃതം ആത്മസാക്ഷാത്കാരമാണ്. ചിലപ്പോ
അല്പം ദുർവാസന ബാക്കിയുണ്ടെങ്കിൽ അമൃതം പൊന്തിയിട്ട് പോലും ആ ദുർവാസന അതിനെ ഉപയോഗിക്കാം. എനിക്കത് ഉണ്ടായി എന്നുള്ള മട്ടിൽ ചിലപ്പോൾ ഉപയോഗിക്കാം. അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ സദാ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് വേണം ഈ യോഗസാധന ചെയ്യാൻ. അപ്പൊ ഭഗവാന്റെ ചുമതലയാവും. നമുക്ക് പ്രകൃതിയാണല്ലോ ഈ മോഹിനി. പ്രകൃതി നമുക്ക് വിദ്യാമായ അവിദ്യാമായ ഒരുപക്ഷെ നമ്മളുടെ ജ്ഞാനത്തിനെ അല്പം ഒന്ന് ഉപദ്രവിച്ചാലും ഈ വിദ്യാമായ അതിനെ സഹായിക്കാനായിട്ടും വീണ്ടെടുത്തു തരാനായിട്ടും നമ്മളുടെ പുറകെ ഉണ്ടാവും. ഈ ജ്ഞാനമാണ് മോഹിനി. ജ്ഞാനരൂപിണിയായിട്ടുള്ള വിദ്യാമായ കൂടെ നിന്ന് അവിദ്യാമായിൽ നിന്നും വീണ്ടും ഈ ജ്ഞാനത്തിനെ സംരക്ഷിച്ച് ദൈവീ സമ്പത്തിന്റെ കയ്യിൽ കൊടുക്കാനായിട്ട് നിൽക്കും, തയ്യാറാവും. എന്നാലേ ഈ ജീവന് ബ്രഹ്മനിഷ്ഠ ജീവൻ മുക്തി എന്നുള്ളത് പൂർണ്ണമാവുള്ളൂ. അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടായിട്ട് പോലും ചിലപ്പോൾ ചില അസുരന്മാരൊക്കെ ജ്ഞാനികളാണ്. ഭാഗവതത്തിൽ നമുക്ക് കാണാം, അവരൊക്കെ ജ്ഞാനികളാണ്. പക്ഷേ ആസുരീ സമ്പത്തിന്റെ കയ്യിൽ നിൽക്കണു ജ്ഞാനം. അല്പം അസുരവാസന അതിന്റെ കൂടെ കലർന്നു വരണം. ആ അസുരവാസനയും കലർന്നു വരാതെ ദൈവീ സമ്പത്തോടുകൂടെ സർവത്തോ ഭദ്രമായിട്ട് ജ്ഞാനം തീരണമെങ്കിൽ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് വേണം ആ സാധന ചെയ്യാൻ. അങ്ങനെയുള്ള സാധനയാണ് ഇവിടെ അമൃതമഥനമായിട്ട് പറഞ്ഞത്. അടുത്തത് വാമനപ്രാദുർഭാവം വാമനാവതാരമാണ്. കുറച്ച് അധ്യായം പോട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.